വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സംഭവമുണ്ട്. മേ ബി ഇത് വരുന്ന സമയത്ത് അവർ കാണുമായിരിക്കും. അവരൊരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ് മൂവി ഞാൻ ലൈവായിട്ട് കണ്ടു. അത് എന്നിലൂടെയാണത് റിവീലിംഗ് ആവുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടോ ഒന്നുമല്ല. ഞാനും മോനും കൂടെ വൈകുന്നേരത്ത് ഇതിന് പോയിട്ട് വരാം, ഒരു ബൈക്ക് അങ്ങനെ ഓടി വന്ന് കണ്ടവർ വിചാരിക്കും ഇടിച്ചിട്ടിട്ട് പോയി എന്ന് വിചാരിക്കും. പക്ഷെ ആ ബൈക്ക് അങ്ങനെ മാറി. അവന് പോലും അറിയുന്നില്ല അവൻ എന്താ സംഭവിച്ചത്. എനിക്കറിയാം അവനൊന്നും സംഭവിക്കില്ല, ഞാൻ പ്രൊട്ടക്ഷൻ ഇട്ടുണ്ടെന്ന് അറിയാം. സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തിരികെ വന്നത് ആ നിമിഷം ആസ്വദിക്കുകയും അല്ലെ ആ നിമിഷത്തിൽ ഏറ്റവും അധികം എല്ലാവരും നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ പോയൊരു ഫീലാണ് നിൽക്കുന്നത്. ശാസ്ത്രത്തിന്റെ അങ്ങേ തലക്കിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. എത്രത്തോളം ദർശനയ്ക്ക് അതിന് പൊതുസമൂഹത്തിൽ ഇതിനകത്ത് സ്വീകാര്യതയുണ്ട്? ടാരോട്ട് റീഡറും റേക്കി ഹീലറുമായ ദർശന ലക്ഷ്മണനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മുൻപത്തെ പോലെയല്ല, ചെറിയൊരു വ്യത്യസ്തമായ ഒരു അതിഥിയാണ്. ഇന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ദർശനയോട്. നമസ്കാരം ദർശന. നമസ്തേ. ആദ്യം തന്നെ ഈ ടാരോട്ട് റീഡിങ് എന്താണെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ല. കുറച്ച് കാലങ്ങളായിട്ട് മാത്രമായിട്ട് മലയാളികളുടെ ഇടയിലേക്ക് വന്ന ഒരു കാര്യമാണ് ഈ ടാരോട്ട് റീഡിംഗ് എന്ന് പറഞ്ഞത്. എന്താണ് ടാരോട്ട് റീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ടാരോട്ട് റീഡിംഗ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ആസ്ട്രോളജിയാണ്. അത് ചൈനയിലാണ് എന്ന് പറയുന്നതെങ്കിലും അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഈജിപ്തിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ ആസ്ട്രോളജി അല്ലെങ്കിൽ കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്നത് നമ്മൾ രാശിചക്രം വെച്ചിട്ടും കവടി നിരത്തിയിട്ടും ഒക്കെ ഉള്ളതാണ് നമ്മൾ ഭാവി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറേ നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് അടങ്ങിയ കുറച്ച് കാർഡുകൾ വെച്ചിട്ട് നമ്മൾ ഫോർച്യൂൺ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്, പ്രസൻറ്റ് ലൈഫ് എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ടാരോ മെയിനായിട്ട്. പിന്നെ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. പണ്ട് കാലങ്ങളിൽ തത്തയെ കൊണ്ട് കാർഡ് എടുപ്പിക്കുമായിരുന്നല്ലോ. അപ്പം അത് നമ്മളൊരു കൗതുകത്തിന്റെ പുറത്തൊക്കെയാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലാരും അത്രയും ഡെപ്തിൽ അതിനകത്ത് റീഡിങ് നടക്കുന്നില്ല, അതിനെക്കുറിച്ച് അത്ര അറിയില്ല. അതുപോലെ തന്നെയാണോ ഈ ടാരോട്ട് റീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഏകദേശം എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഞാനും മുമ്പ് ഇതേപോലെ തത്തയെ കൊണ്ട് കാർഡ് നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോഴും ഇവർ ഏത് കാർഡാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വെച്ചിട്ടുണ്ടാവും. അത് പല പല രീതിയിൽ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ പറയുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ നന്നായിട്ട് അവർ പോസിറ്റീവായിട്ടാണ് പറയുക. നിനക്ക് എല്ലാം നല്ലതാണ് എന്നുള്ള രീതിയിൽ പറയും. ചില കാര്യങ്ങൾ മാത്രം അങ്ങനെ പറയാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും ആദ്യം ടാരോ പഠിക്കുന്നത് നമ്മളെ തന്നെ നോക്കി നമ്മുടെ കാര്യം അനലൈസ് ചെയ്ത് നമ്മൾ കറക്റ്റായി, പിന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരാളെ നോക്കി അതും കറക്റ്റായി എങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് അത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എനർജി കണക്ഷനാണ് ഇത്. കൂടുതലായിട്ട് നമ്മുടെ 7 ചക്രാസ് ഉണ്ട്. അത് റേക്കിയിലും ഉണ്ട്. ടാരോ നോക്കുമ്പോൾ നമ്മുടെ 7 ചക്രാസ്, അതായത് റൂട്ട് ചക്ര മുതൽ ക്രൗൺ ചക്ര വരെയുള്ള 7 ചക്രാസ് ഉണ്ട്. ഈ എനർജി നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ടാരോ പൊതുവെ വായിക്കുക. തത്തയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. തത്ത ഒരു ചീട്ടെടുക്കുന്നു, അതിൽ പിക്ചർ ഏതെങ്കിലും ഒരു ഗോഡിൻ്റെ പിക്ചർ ആയിരിക്കും. ആ ഗോഡിൻ്റെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും മിക്കവാറും അവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇതേപോലെ കുറേ കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. തത്ത ചിലപ്പോൾ ഒരു കാർഡ് ഏറി വന്ന 2 കാർഡ്, നമുക്ക് അങ്ങനെയല്ല, ഒരു കോമ്പിനേഷൻ കാർഡുകൾ വരും. അത് ആ കോമ്പിനേഷൻ സ്പ്രെഡ് നോക്കിയിട്ടാണ് നമ്മളതിലെ കാര്യങ്ങൾ പറയണത്. ഇപ്പോൾ അതിലേക്ക് വരുന്ന കാര്യമായിരിക്കില്ല അദ്ദേഹത്തിന് വരുന്നത്. ഒരേ കാർഡാണെങ്കിലും അദ്ദേഹത്തിന് വരുമ്പോൾ ആ മീനിങ്ങിൽ വ്യത്യാസം വരാനുള്ള. അതെങ്ങനെ നിങ്ങൾ റീഡ് ചെയ്തെടുക്കാം? മീൻസ് ഇപ്പോൾ ഒരേ കാർഡ് വീഴുകയാണ്, ഇപ്പം എൻ്റെയും അല്ലെങ്കിൽ വേറൊരാളുടെയും നോക്കുകയാണ്, 2 സമയത്ത് നോക്കുകയാണെങ്കിൽ ഒരേ ഇതിൽ വരുമ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണ് അത് മീൻ ചെയ്ത്? അതായത് ടാരോ പഠിക്കുമ്പോൾ മീനിങ്സ് ഫുള്ളായിട്ട് നമുക്ക് അപ്ഗ്രേഡ്, റിവേഴ്സ് രീതിയിൽ പഠിക്കാൻ പറ്റും. കോമ്പിനേഷൻ സ്പ്രെഡ് പഠിക്കാൻ പറ്റും. ഇതൊന്നും അല്ലാതെ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും നമുക്ക്. അത് ഒരുപാട് നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇൻഡ്യൂഷൻ വർക്ക് ആവുള്ളൂ. തേർഡ് ഐ ഓപ്പണിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്ക് പണ്ട് വിശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇതൊക്കെ എനിക്കും ക്യൂരിയോസിറ്റി ആയിരുന്നു. എങ്ങനെയാണ് ഇവർ ഈ നമ്മുടെ ഇന്ത്യൻ ആസ്ട്രോളജിയിൽ തന്നെ എങ്ങനെയാണ് കറക്റ്റായിട്ട് അവർ പറയണത്? കുറേ കാര്യങ്ങൾ എനിക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ വന്നൊരു കുറേ കാര്യങ്ങൾ കടന്നു പോകുമല്ലോ. നമ്മൾ ലൈഫിൽ കടന്നു പോകേണ്ട കുറേ വഴികളുണ്ട്. ആ വഴികളിൽ എത്തുമ്പോൾ നമ്മൾ മനസ്സമാധാനത്തിന് വേണ്ടി പല 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 വാതിലുകളിൽ പോയി മുട്ടും. അങ്ങനെ മുട്ടിയൊരു വാതിലാണ് എൻ്റെ മുമ്പിൽ ടാരോ.
അതെനിക്ക് കറക്റ്റായിട്ട് വന്നു. എനിക്ക് അപ്പോഴും കൗതുകമായിരുന്നു എങ്ങനെ ഈ കാർഡ് വെച്ചിട്ട് ഈ അതിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നു, എങ്ങനെ ഇത് കൃത്യമായിട്ട് പറയണത് എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ആദ്യം. ഞാൻ ആദ്യം എല്ലാവരും എടുക്കുന്ന പോലെ ജനറൽ റീഡിങ് എടുത്തിട്ടാണ് പിന്നെ പേഴ്സണൽ എടുത്തപ്പോഴും അത് കറക്റ്റായി. പിന്നെ കൊള്ളാലോ എന്ന് തോന്നി, പഠിക്കണം എന്നുണ്ടായി. ആദ്യം പഠിക്കാൻ നമുക്ക് ദൈവം വിചാരിച്ചൊരു സമയമുണ്ട്, ആ സമയത്തെ നമ്മളിലേക്ക് എന്താണെങ്കിലും എത്തുള്ളൂ എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എന്നെ തേടി എൻ്റെ മാസ്റ്റർ, അദ്ദേഹം എന്നെ ഞാൻ കണക്റ്റായി. അങ്ങനെ പിന്നെ ഞാനത് പഠിച്ചു. ഇപ്പോൾ കുറേ പേർക്ക് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, വന്ന ഒരു 4-5 മാസം അങ്ങനെ ആയിട്ടുള്ളൂ. പുതിയ ബാച്ച് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ അതായത് ടാരോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലേഡീസിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട് ഇതിൽ. ഞാൻ ആക്ച്വലി ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, പ്രൈവറ്റ് സ്കൂളിലായിരുന്നു. ഏതാ സബ്ജക്റ്റ് ഏതാ? ഞാൻ മലയാളം ടീച്ചറാണ്. ഓക്കെ. അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനായിരുന്നു. കുട്ടിക്കാലം മുതലേ നമ്മൾ കളിക്കുമ്പോൾ മുതലേ ടീച്ചറായിട്ട് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ, അതൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു. ഒരുപാട് കുട്ടികളെ നമുക്ക് കണക്ട് ചെയ്യാനും സാധിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ നിയോഗം പോലെ അതിൽ നിന്നൊക്കെ എനിക്ക് മാറി നമ്മൾ എവിടെയാണോ എത്തേണ്ട ഒരു എക്സ്ട്രീം ലെവൽ ഉണ്ടല്ലോ, അവിടെ നമ്മൾ എങ്ങനെ പോയാലും എത്തും. അതിന് പല പരീക്ഷണങ്ങളും ഭഗവാൻ തരും. അത് നമ്മൾ അതിജീവിച്ചെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെയുള്ള മേഖല, റേക്കിയിലേക്കാണെങ്കിലും ടാരോയിലേക്കാണെങ്കിലും ഇങ്ങനെയുള്ള ഹീലിംഗ് മേഖലകളിലേക്കൊക്കെ നമ്മളിപ്പോൾ കർമ്മ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിൽ അങ്ങനെ വലിയ ഈ ഒരു മേഖല തന്നെ ഞാൻ കേൾക്കുന്നത് അവളുടെ ഭാഗത്തു നിന്നാണ്. അതൊക്കെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഭവം, ഒരു ബെൽറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുന്നൊരു കാര്യം. ഈ ജനറൽ റീഡിംഗ് എന്ന് പറഞ്ഞല്ലോ, അപ്പം പ്രേക്ഷകരുടെ അറിവിലേക്കും കൂടിയാണ് ജനറൽ റീഡിംഗ് എങ്ങനെയൊക്കെയാണ്, എന്താണ് ശരിക്കും ജനറൽ റീഡിംഗ്? ഇപ്പം എന്നെ പോലെ ഒരാളുടെ മുന്നിലിരുത്തി അയാളുടെ നോക്കുന്നത് പോലെ, ഇപ്പം നമ്മുടെ ജ്യോതിഷത്തിൽ ഇപ്പം നാള് വെച്ചിട്ടാണല്ലോ കൂടുതലും പറയാ. അപ്പം നാള് വെച്ചിട്ട് പറയുമ്പോൾ അവരുടെ ഇപ്പം മകം നാളിൽ ഇത്ര നാളത്തേക്ക് ഇത്ര നാൾ ഇന്ന ദശാകാലം എന്നൊക്കെ പറയും എന്ന് പറയുന്നത് പോലെയാണോ ടാരോയിലും ഒരു ജനറൽ റീഡിംഗ് നടത്താറുള്ളത്? അതെങ്ങനെയാണ് അതിന്റെ ആ റീഡിംഗ് എങ്ങനെയാണ് ആളുകളിലേക്ക്? അതായത് ജനറൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ ഇത് കൂടുതലിലേക്കും എത്തുന്നത്. ഓക്കെ. അപ്പോൾ ഈ ജനറൽ റീഡിംഗ് നമ്മൾ സോഡിയാക് സൈൻ വെക്കും, മെയിനായിട്ട് നാള് അല്ലെങ്കിൽ സോഡിയാക് സൈൻ അങ്ങനെ വെക്കും. ഇത് ജനറൽ റീഡിംഗ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയ ആൾക്കാർക്കായിരിക്കും അത് കൂടുതലും എത്തുക. ഞാൻ ചിലപ്പോൾ പണ്ടിട്ട വീഡിയോസൊക്കെ ആയിരിക്കും ഇപ്പം അതിന് അവർക്കത് കണ്ട് മനസ്സിലാക്കുന്നത്. ഇത് കാണേണ്ട ആൾക്കാരിലേക്ക് ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ ലൈഫിലുണ്ടായ എൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം, എൻ്റെ ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട് ആദ്യം ഞാൻ നോക്കി, അത് കറക്റ്റായിട്ട് അദ്ദേഹത്തുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയത് എൻ്റെ വേറെ 2-3 ഫ്രണ്ട്സ്, അവരെ പറ്റി ഞാൻ വിചാരിക്കുമ്പോൾ അവരെന്താണോ അതാണ് എനിക്ക് കാർഡിൽ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് അറിയാൻ തുടങ്ങി. ജനറൽ റീഡിംഗ് മാത്രം എടുത്ത ആളാണ് ഞാൻ, അറിയാൻ തുടങ്ങി. അപ്പോഴും ഇതൊന്നും നടക്കില്ല, നമുക്ക് ദോഷം വരികയാണെങ്കിൽ നമ്മൾ അതൊരിക്കലും നടക്കില്ല എന്നാണല്ലോ നമ്മുടെ മനസ്സ് പറയുക. അങ്ങനെ നടക്കില്ല പറഞ്ഞ് ഞാനതൊക്കെ തള്ളിക്കളഞ്ഞു. പക്ഷെ അത് സംഭവിച്ചു. അത് എങ്ങനെയാണോ അവർ പറഞ്ഞത് അതേ വേർഷനിൽ തന്നെ സംഭവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു കുറച്ച് ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാർഡ് എടുത്തപ്പോൾ കറക്റ്റ് അമ്മയുടെ കാര്യങ്ങളാണ് എനിക്കതിൽ കണക്ട് ചെയ്ത് വന്നത്. ഓക്കെ. അത് അമ്മ ഓക്കെ ആയി, ഹെൽത്ത് ബെറ്ററൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അത് മാറി വീണ്ടും എൻ്റെ കരിയറുമായി ബന്ധപ്പെട്ട, സ്കൂളിലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്ത് വരാൻ തുടങ്ങി. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഈ ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇത് ആർക്കൊക്കെയാണോ എത്തേണ്ടത് അവരിലേക്ക് എത്തുന്ന കുറേ കാര്യം. ചില ആൾക്കാർ ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. മെയിനായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂവിൽ വന്ന ആൾക്കാർ, അവർ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാമിൻ്റെ റീഡിങ് കാണുന്നത് കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യമുള്ളത്. ഇത് കാണുമ്പോഴാണ് ഒരു ആശ്വാസം. ഇതിൽ നടക്കുമോ നടക്കില്ല എന്നുള്ള കാര്യമല്ല, പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് പോസിറ്റീവായിട്ട് നമ്മൾ മറ്റേ വാരഫലം നോക്കുന്ന പോലെയാണ്. അതെ, നോക്കുമ്പോൾ ഈ ആഴ്ച ഓക്കെ ആണെന്ന് പറയുമ്പോൾ സന്തോഷം, കുറച്ച് നേരത്തേക്ക് ആ ഒരു സന്തോഷം. കാര്യം നമ്മുടെ ചിന്തകളാണ് നമുക്ക് മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നുണ്ടല്ലോ. അപ്പം ഇവര് നമ്മുടെ റീഡിങ്, എൻ്റെ എന്നല്ല ആരുടെ റീഡിംഗ് ആണോ, ഇനിയിപ്പോൾ വാരഫലമാണ് ഇനി അല്ല വേറെ എന്തെങ്കിലും ആണ് കേൾക്കുന്നതെങ്കിലും അതിൽ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് വരുമെന്ന് വിശ്വസിച്ചിട്ട് അവരിരിക്കും. അപ്പോൾ അതന്നെ നടക്കുള്ളൂ. ഓക്കെ. അല്ല ഇനിയിപ്പോൾ
നെഗറ്റീവായിട്ടാണ് പറയണമെന്നുണ്ടെങ്കിൽ അവർ മാനിഫെസ്റ്റ് എങ്ങനെയാണോ അത് ചിന്തിക്കുന്നത് അതായിട്ട് മാറാനാണ് സാധ്യത. അപ്പോൾ മാക്സിമം നമ്മൾ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഞാൻ ടാരോ റീഡേഴ്സ് എന്നല്ല, പല ആൾക്കാരും ചില കാര്യങ്ങൾ പറയില്ല. കാരണം അതിനൊരു എത്തിക്സ് ഉണ്ട്, മെഡിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന പോലെ തന്നെ ചില എത്തിക്സ് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞാലും നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവർ വിശ്വസിക്കില്ല. അത് വേറെ കാര്യം. ഇങ്ങനെയാണ് എന്ന് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും അവരത് അംഗീകരിച്ചു തരില്ല. അത് നമുക്ക് പക്ഷെ മനസ്സിലാവും. അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി അവരത് പറയാതിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ നമ്മളിപ്പം സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എപ്പോഴും ആകാംക്ഷയായിരിക്കും, അടുത്തത് എന്താണ്, എന്റെ ഭാവി അറിയാനായിരിക്കും കൂടുതൽ ആളുകൾക്കും താല്പര്യം. കഴിഞ്ഞു പോയത് എന്തായാലും കഴിഞ്ഞു പോയി. അപ്പൊ പൂർവ്വജന്മത്തെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരുണ്ട്. അത് വളരെ കുറച്ച് ശതമാനമായിരിക്കും പൂർവ്വജന്മം എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ. അതൊരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമാണല്ലോ ഇതൊക്കെ, ഭാവിയാണെങ്കിലും അറിയാന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്റെ ഭാവി എന്താണെന്ന് അറിയണം മൊത്തത്തിൽ, അങ്ങനെ ആ തരത്തിൽ ദർശനെ സമീപിക്കാറുണ്ട്. തീർച്ചയായും കൂടുതലും അങ്ങനെ തന്നെയാണ്. പാസ്റ്റ് ലൈഫ് അങ്ങനെ അറിയണമെന്നില്ല. പാസ്റ്റ് ലൈഫ് വരുന്നത് അവർ സോൾമേറ്റ് കണക്ഷൻ ആണോ, ട്വിൻ ഫ്ലെയിം ജേണി ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം അത് ബ്രേക്കപ്പ് ആയ സമയത്തായിരിക്കും ഇവർക്ക് ഇങ്ങനെയുള്ള ഉൾവിലേക്ക് ഉണ്ടായിട്ട് ഇവരിത് അറിയാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വരും. അപ്പോൾ അവർ ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ പാസ്റ്റ് ലൈഫ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മളത് പാസ്റ്റ് ലൈഫ് കണക്ട് ചെയ്ത് കാർഡ് എടുത്ത് കൊടുക്കാറുണ്ട്. അല്ല ഫോർച്യൂണാ, ചിലവർ പറയും ഒന്നും അറിയണ്ട, ഇതൊക്കെ പറഞ്ഞ പോലെ ഫോർച്യൂൺ എനിക്ക് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏത് വഴിക്ക് ഞങ്ങൾ പോകണം, ഏതിലും ഒന്ന് കറക്റ്റായി വരുന്നില്ല, അല്ലെങ്കിൽ 2-3 ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ഞാൻ ഏത് ചൂസ് ചെയ്യണം, ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നോക്കും. പിന്നെ പെൻഡുലം എന്നുള്ളൊരു സംഭവമുണ്ട്. പെൻഡുലത്തിൽ നമ്മൾ അതിൻ്റെ ഹെൽപ്പ് നോക്കാറുണ്ട്. അവർക്കത് കറക്റ്റായി. പിന്നെ അവർ പറയാറുണ്ട്, പറഞ്ഞത് സത്യമാണ്, കാര്യങ്ങൾ സംഭവിച്ചു. പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ ഉടനെ തന്നെ റിസൾട്ട് വരും. ചില കാര്യങ്ങൾ 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് ഗ്യാപ്പ് വരുമ്പോൾ അവർ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ദർശനെ സമീപിക്കുന്ന ആളുകൾ കൂടുതലും എന്ത് വിഷയത്തിലാണ്? റിലേഷൻഷിപ്പ് ഇഷ്യൂലാണോ കൂടുതലും സമീപിക്കാറുള്ളത്? അല്ലേ? അതെ. ഇപ്പോൾ ഹെൽത്തും റിലേഷൻഷിപ്പും ആണ്. കരിയർ പിന്നെ ഉണ്ട്, ഇല്ല പറയുന്നില്ല. കൂടുതലും ഹെൽത്തും റിലേഷൻഷിപ്പും ആണ്. എല്ലാം ഏകദേശം ബ്രേക്കപ്പ് സിറ്റുവേഷനിലായതിനു ശേഷമാണ് ദർശനയുടെ അടുത്തേക്ക് എത്താറ്. അതെ, തീർച്ചയായും. ദർശനം അത് ഹീൽ ചെയ്ത് കൊടുക്കും. എങ്ങനെ? റെക്കിയില് ഹീൽ ചെയ്യാറുണ്ട്. പിന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ടെലിപ്പതി മെത്തേഡ് പറഞ്ഞു കൊടുക്കാറുണ്ട്, സ്പെല്ല് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഈ മാനിഫെസ്റ്റേഷനിൽ തന്നെ എനിക്ക് ഒരുപാട് സംശയങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്കിന്നിപ്പോൾ നാളെ രാവിലെ ബഹിരാകാശത്ത് പോകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇപ്പം റിലേഷൻഷിപ്പ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1% പോലും സാധ്യതയില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയമാണ്. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. അതറിയാത്ത ആൾക്കാർ വളരെ കുറവാണെന്ന് മാത്രം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാവർക്കും അറിയാം. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1 2 3 4 പറഞ്ഞാൽ 4th ലെവലാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതിൻ്റെ താഴെ വേറെ 3 സ്റ്റെപ്സ് ഉണ്ട്. അത് മറികടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ 4th സ്റ്റെപ്പിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കും ഇതറിയില്ലായിരുന്നു. ആക്ച്വലി ഞാൻ 4ാം ക്ലാസ്സാണ് ആദ്യം പഠിച്ചത്. ഇപ്പോഴാണ് ഞാൻ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിച്ചു. അതെൻ്റെ മാസ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയ ബ്ലെസ്സിങ്സ് ആണ്. മുമ്പ് കിട്ടിയത് നേരെ ഞാൻ ഈ പറഞ്ഞ പോലെ 4ാം ക്ലാസ്സിലെത്തി. എന്നിട്ട് ഞാനും കുറേ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കി, കുറേ ഒന്നും നടന്നില്ല. പിന്നെയാണ് ഈ ഒരു റൂട്ടിൽ കൂടെ പോയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലായപ്പോൾ ഞാൻ ആ വഴി കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എനിക്കെല്ലാം ചെറിയ കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കത് മാനിഫെസ്റ്റ് ആവുന്നുണ്ട്. നന്നായി ചിന്തിക്കുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മാനിഫെസ്റ്റ്. നെഗറ്റീവും അല്ലറ ചില്ലറൊക്കെ അതും നടക്കാറുണ്ട്. അപ്പോൾ വിചാരിക്കും, അയ്യോ ഇങ്ങനെയൊന്നും അറിയണ്ടായിരുന്നു. ചില സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ചു, എന്തെങ്കിലും വേണ്ട, അതായത് നെഗറ്റീവ് സംഭവിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞല്ലോ, ഭാവിയിൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന പറയില്ല. ക്യൂരിയോസിറ്റി നല്ലതാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇത് നെഗറ്റീവും അറിയാമെന്നുള്ളത് അത്ര സുഖമുള്ള കാര്യമില്ല. ഈ ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ തേർഡ് ഐ ഓപ്പൺ ആയ ആൾക്കാർക്ക്, ബ്രൗൺ ചക്ര ഓപ്പൺ ആയ ആൾക്കാർക്ക് ഒക്കെ ഇതിൻ്റെ അടുത്ത ലെവൽ എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളതൊക്കെ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്താൽ
എല്ലാം നന്നായിട്ട് വരും. പക്ഷെ നമ്മളിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ നമ്മൾ ആകാംക്ഷയോടെ ലോകത്തെ എല്ലാ മനുഷ്യരും സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തിരികെ വന്നത് ആ നിമിഷം ആസ്വദിക്കുകയും അല്ലെ ആ നിമിഷത്തിൽ ഏറ്റവും അധികം എല്ലാവരും നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ പോയൊരു ഫീലാണ് നിൽക്കുന്നത്. ശാസ്ത്രത്തിന്റെ അങ്ങേ തലക്കിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്. എത്രത്തോളം ദർശനയ്ക്ക് അതിന് പൊതുസമൂഹത്തിൽ ഇതിനകത്ത് സ്വീകാര്യതയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ദർശന അവരൊക്കെ ഇത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ സുനിത വില്യംസ് മാമിന്റെ ഈ കാര്യം ടോപ്പ് ചർച്ചയിൽ വരുമ്പോൾ ഞാൻ അധികം നെഗറ്റീവ് ന്യൂസുകളൊന്നും ശ്രദ്ധിക്കാത്ത ആളാണ്. കാരണം എനിക്ക് എൻ്റെ ചിന്തകളെ മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ ഓക്കെ ആയിരുന്നാലും എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ എനിക്ക് ഫീൽ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽ പെടാതെ പോവില്ല. ആ സമയത്ത് നമ്മൾ റൈക്കിയിൽ പല സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാനിഫെസ്റ്റ് എളുപ്പമാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, റെക്കി ഹീലേഴ്സ് പോസിറ്റീവായി ചിന്തിക്കുന്ന പല ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു. അല്ലാത്ത ഇതൊന്നും റെക്കിയോ ഇതൊന്നും അറിയാത്ത എത്രയോ അമ്മമ്മമാരുണ്ടാവും. ഇതറിയുന്ന ആൾക്കാർ അവർ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതൊക്കെ പോസിറ്റീവായിട്ടാണ് വരിക. നമ്മൾ ഒരിക്കലും അവർക്ക് വേറൊരു തരത്തിലാവില്ല എന്നല്ലേ എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവുക. അതുതന്നെയാണ് മാനിഫെസ്റ്റേഷനായിട്ട് അദ്ദേഹം ഭൂമിനെ തൊട്ടത് എന്ന് ഒരു പക്ഷമാണ് എനിക്ക്. ഞാൻ ചോദിച്ചത്, ദർശന എങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹത്തിന് ഇങ്ങനെ ഒരു, ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ദൈവവിശ്വാസികളുണ്ട്, ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ട്, ഇതിന് രണ്ടിന്റെ ഇടയ്ക്കൂടെ പോകുന്ന ആളുകളുണ്ട്, പിന്നെ ഇതിന്റെ എക്സ്ട്രീമിസ്റ്റുകളുണ്ട്. ഈ പറയുന്ന പോലെ ബാധ അല്ലെങ്കിൽ കൂടോത്രം ഇങ്ങനത്തെ സാധനങ്ങളിൽ പോകുന്ന ആളുകളുണ്ട്. ഇതൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഓൺലി യൂണിവേഴ്സിൽ മാത്രം വിശ്വസിക്കും. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള വിശ്വാസത്തിലും മിത്തിലും ഒക്കെ ആളുകൾ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ദർശനയുടെ ഈ ടാരോട്ട് റീഡർ എന്നൊരു നിലയിൽ സമൂഹത്തിന് ഇത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതായി തീരുന്നു എന്നുള്ളൊരു ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ. ഈശ്വരനെ വിശ്വാസമുണ്ടോ? ഈശ്വരൻ കൂടെ ഉണ്ട്. ഇല്ല അല്ല, നിങ്ങൾക്ക് പ്രപഞ്ചത്തിനാണോ വിശ്വാസം? അത് തന്നെയാണ്. എപ്പോഴെങ്കിലും ഈ രംഗത്ത് നിൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ആളുകൾ അങ്ങനെ വന്ന് സംസാരിക്കാറുണ്ടോ? ഒരുപാടെന്ന് പറഞ്ഞ ഒരുപാട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സംഭവമുണ്ട്. മേ ബി ഇത് വരുന്ന സമയത്ത് അവർ കാണുമായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും എനിക്കത് പറയാൻ ഒരു നിർവാഹമില്ല. കാരണം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ്. അവരൊരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴ് മൂവി ഞാൻ ലൈവായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ പറയാം. അത് എന്നിലൂടെയാണത് റിവീലിംഗ് ആവുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടോ ഒന്നുമല്ല. എൻ്റെ കൂടെ ഉള്ളൊരു ആൾക്ക് നല്ലത് വരണം എന്ന് വെറുതെ അവരുടെ ഹസ്ബൻഡിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് വന്നത്. വീട്ടിലേക്ക് നേരിട്ട് വന്നതാ, റീഡ് ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തു. അവർ പറഞ്ഞ കപ്പിൾസ് റീഡിങ് എടുക്കാമെന്ന് പറഞ്ഞ് വൈഫ് ആൻഡ് ഹസ്ബൻഡിനെ എടുത്തു. കണക്ട് ചെയ്ത് കൂടുതൽ എനർജി കണക്ട് ചെയ്ത് വന്നത് വൈഫിനാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ കയ്യിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ കാർഡ് വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതിൻ്റെ വേറൊരു തലമുണ്ട്. എൻ്റെ കയ്യിൽ നിന്നും മാറിയിട്ട് വേറൊരു തലമുണ്ട്. ആ തലത്തിലേക്ക് അവർക്ക് ആ ഹീലിംഗ് ആവശ്യമായിരുന്നു. ഞാൻ അങ്ങോട്ട് എത്തിച്ച് കഴിഞ്ഞ ഒരു ടൈം ഓഫ് പീരീഡ് ഉണ്ട്. അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിൻ്റെ ടൈമിൻ്റെ ഇടയിൽ ഇവർ ഭയങ്കരമായിട്ട് വയലൻ്റായി എന്നെ വരെ അപായപ്പെടുത്താനുള്ള. അവർ നോർമലി അല്ല. ഞാനൊരിക്കലും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ബാധ കയറിയതൊന്നും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്, നോവലിൽ വായിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നുള്ള സംഭവം അത് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എനിക്ക് ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് പറയാം. പിന്നെ കുറേ കാര്യങ്ങൾ ഈ എനർജി നമ്മൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടാരോ റീഡ് ചെയ്ത് കഴിയുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് വല്ലാതെ എനർജി ഡൗൺ ആയി പോകാറുണ്ട്. ചിലപ്പോൾ നമുക്ക് എണീക്കാൻ പറ്റില്ല, നമ്മളങ്ങനെ കിടക്കും. ചിലപ്പോൾ ആ ദിവസം ഫുള്ളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഇത് പോസിറ്റീവിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മളെ പാകപ്പെടുത്താനാണ് നമുക്ക് ഈ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ എക്സ്പീരിയൻസ് ആ വഴിയിലൂടെ നമ്മൾ കടത്തിക്കൊണ്ടുപോകുന്നത്. ഒരു ഗോൾഡ് എന്നുള്ള സംഭവം ഒരു ഓർണമെൻ്റ് ആവണമെങ്കിൽ ആ തീയിൽ കിടന്ന് ഒരുപാട് അല്ല, സാധാരണ ഒരു ഗോൾഡ് എടുത്ത് നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു ഓർണമെൻറ്റിൻ്റെ രൂപത്തിൽ വരണമെങ്കിൽ ചുട്ട് പഴുപ്പിച്ച്
എങ്കിൽ മാത്രമേ അതൊരു ഓർണമെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലത്തെ കുറേ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ കടന്നു പോകും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജ്യോതിഷം നോക്കുന്ന ഒരാളുടെ വീടിന്റെ മുമ്പിൽ ജ്യോതിശാലയം അല്ലെങ്കിൽ ജ്യോത്സ്യൻ എന്ന് എഴുതി വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് കുറെയൊക്കെ ജ്യോത്സ്യന് ആവശ്യമുള്ളവർ അവിടെ പോവുകയും അല്ലാത്തവർ പോവാതിരിക്കുകയും ചെയ്യും എന്ന് പറയുന്ന പോലെ ഈ ടാരോട്ട് റീഡർക്ക് അത് ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആണോ? അതറിഞ്ഞ് അങ്ങനെ ഇപ്പം ദർശന ഇങ്ങനെ ഒരു ടാരോട്ട് റീഡർ ആണ്, അപ്പൊ അത് അറിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെയുള്ള നേരിട്ടുള്ള ഉണ്ടോന്നാണ്. എന്റെ വീടിന്റെ പരിസരത്ത് ആർക്കും അറിയില്ല ഞാൻ ടാരോ റീഡർ ആണ്. വളരെ വിരലിലുണ്ടാവുന്ന നിയർ ബൈ ആയിട്ടുള്ള അടുത്തുള്ള വീട്ടിലെ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ഞാനിപ്പോഴും അവരുടെ കണ്ണിന്റെ സ്കൂൾ ടീച്ചറാണ്. ജോലി നിർത്തിയിട്ട് വീട്ടിൽ മിണ്ടാതിരിക്കുന്നു. ഇത് മാത്രമേ പലർക്കും അറിയുള്ളൂ. പിന്നെ കുറേ ആൾക്കാർക്ക് അറിയുന്നത് ഞാൻ ഓൺലൈനിൽ എന്തോ ട്യൂഷൻ എടുക്കുകയാണെന്നോ, സൈക്കോളജി ഞാൻ ബേസിക് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എന്തോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നോ അങ്ങനെയൊക്കെ അറിയുള്ളൂ. ഈവൻ എൻ്റെ പാരൻസിന് പോലും ഞാനൊരു ടാരോ റീഡർ ആണെന്നുള്ളതോ റെക്കി ഹീലർ ആണെന്നുള്ളതോ അവർക്കും ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ മോള് എന്ന് പറഞ്ഞ് സ്കൂൾ ടീച്ചറായിട്ട് പോകണം, ആ ഒരു ടാഗ് ലൈനാണ്. എല്ലാ പാരൻസിനും അങ്ങനെ ഇതുണ്ടാവും. ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം, ഇത് അവർക്കും അറിയില്ല ഇതെന്താണ് ഞാൻ ചെയ്യുന്നത്. കുറേ കാർഡ് കൊണ്ടുപോകണം, ഞാൻ എന്തൊക്കെയോ വായിക്കുന്നു, ആൾക്കാർ താങ്ക്സ് പറയുന്നു, ഇതൊക്കെ തന്നെ അറിയുള്ളൂ. അപ്പോഴും അവർ പറയുന്നത് നീ സന്യാസത്തിലേക്ക് പോകരുത്, നീ അങ്ങനെ കൈ വിട്ടു പോവുകയാണ് ഒരുപാട്. അതാണ് കാരണം സച്ചിദാനന്ദം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലെവലുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. ആ ഒരു ലെവലിലേക്കുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നത്? ഓരോ മനുഷ്യനും ഓരോ പർപ്പസ് ആയിരിക്കില്ലേ? ഓരോ സോളിനും ഓരോ പർപ്പസ് ആയിരിക്കുമല്ലോ. അതിപ്പോ എന്റെ സോളിൽ എന്ത് പർപ്പസ് ആണ് എനിക്ക് പോലും അറിയാം. പർപ്പസ് ഒക്കെ വിടും. നോർമൽ ആതിര ഒരു ദിവസം രാവിലെ ഉറങ്ങി എണീറ്റതും ആദ്യം എന്തായിരിക്കും പ്രാർത്ഥിക്കുക? അങ്ങനെ ഒരു വലിയ വിശ്വാസം ഇല്ലെങ്കിലും ഒന്ന് നമ്മള് ഞാൻ പൊതുവെ പ്രാർത്ഥിക്കാറ് ഇന്നത്തെ ദിവസം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പോണേന്നായിരിക്കും. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞ് സന്തോഷം സമാധാനം ഉണ്ടാവുക, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എല്ലാവരുടെയും കാര്യം അതാണല്ലോ. ഇപ്പൊ നമ്മള് കരിയറിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിലാണെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാവുക. ഒരു കഷ്ണം ചോക്ലേറ്റ് എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം കിട്ടുകയാണെങ്കിൽ അതും എക്സ്ട്രീമാണ്. അപ്പൊ ഈ ഒരു എക്സ്ട്രീം എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു ലെവലിൽ എത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ യാത്രകളും കാര്യങ്ങളും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരായിരുന്നു. അതൊരു വല്ലാത്തൊരു ആദ്യമായിട്ടാണ് ഞാൻ ആറാട്ട് ഫുള്ളായിട്ട് ആ ഒരു ടൈം ഓഫ് പീരീഡ് ഞാൻ നിൽക്കുന്നത്. അതൊക്കെ ഭഗവാന്റെ നിയോഗമാണ്. മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആക്ച്വലി കുളത്തിൽ ഇങ്ങനെ നിന്ന് കാല് കഴുകിയിട്ട് ഇങ്ങനെ പോരുന്ന ആളായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ആറാട്ട് മുങ്ങി കുളിച്ചിട്ട് വന്നു. ഇതിലേക്കൊക്കെ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചു നിന്ന പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ഇഷ്ടത്തോടെ ചെയ്യിപ്പിക്കുന്ന ഒരു വഴി കൂടെയാണ് ഇത്. പിന്നെ നമ്മൾ എന്തൊക്കെയോ ശരിയാണ് എന്ന് ധരിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും നമുക്ക് തിരിച്ചറിയും. പിന്നെ കുറേയൊക്കെ കർമ്മ, നമുക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളോടൊപ്പം പിണങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് പണ്ടായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഒരാളെന്നോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. ഓക്കെ, എന്നെ തല്ലിക്കോട്ടെ വേറെ എന്ത് ചെയ്തു, പക്ഷെ എന്നോട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെന്നോട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് കൊല്ലുന്നതിന് തുല്യമാണ്. പക്ഷെ ഇപ്പം അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ ഞാൻ അനുഭവിക്കണം. പാസ്റ്റ് ലൈഫിൽ ഞാൻ എന്തൊക്കെയോ അവരോട് ചെയ്തിട്ടുണ്ടാവും. അതായിരിക്കും ഞാൻ ഈ ജന്മത്തിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ എത്തുമ്പോൾ നമുക്ക് പിന്നെ കുറേ സമാധാനം കിട്ടും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഇതിനോട്, ഈ ടാരോ റേക്കി എല്ലാത്തിനോടും അനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ്. ഈ റേക്കിയുടെ കാര്യം പറയുമ്പോൾ എന്താണ് റേക്കി ഹീലർ എന്നൊന്ന്, ഹീലിംഗ് എന്നൊന്ന് വ്യക്തമായിട്ട് പറയാം. റേക്കി എന്ന് പറയുന്നത് ജപ്പാനിലാണ് എങ്കിലും ഇതിൻ്റെ തുടക്കം ലോർഡ് ബുദ്ധനാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഒരു പ്രപഞ്ച എനർജി, പ്രാപഞ്ചിക ഊർജം നമ്മുടെ കൈകളിലൂടെ കണക്ട് ചെയ്യിപ്പിച്ച് അതൊരു ദീക്ഷ സ്വീകരിക്കലാണ്. ആ ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞവർക്ക് അത് പ്രാപഞ്ചിക ഊർജ്ജം നമ്മുടെ കൈകളിൽ കണക്റ്റാവും. അത് വെച്ച് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് റേക്കിൻ്റെ പ്രധാന പർപ്പസ്. അത് എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഈ എല്ലാ കാര്യത്തിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹീലിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ബുദ്ധ എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചർ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയതാണ് എന്നും പറയാം. ഉസൂയി മാസ്റ്ററാണ് ഇത് ജനപ്രചാരത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റ് 21 days മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ ഇരുന്നിട്ടാണ് ഈ ഒരു ഹീലിങ്ങിനെ പറ്റി അറിയുന്നതും
അദ്ദേഹം സ്വയം ഹീൽ ചെയ്ത് നോക്കുന്നതും പിന്നെ കുറേ കുഷ്ഠരോഗികളെ ഹീൽ ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആവുന്നതും പിന്നെ അത് കുറേ ആൾക്കാർക്ക് ഹയഷി മാസ്റ്റർ, തക്കാത്ത മാസ്റ്റർ അവർക്കൊക്കെ ഇത് പകർന്നു കൊടുത്ത് അവരാണ് പിന്നെ ഇപ്പോൾ ഉള്ള ആൾക്കാരിലേക്ക് പ്രചാരത്തിലെത്തിക്കുന്നതും റേക്കി അങ്ങനെ സഞ്ചരിച്ചു. ഇത് ഈ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എനർജി കയ്യിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളുന്നതിനകത്തൊരു പ്രയാസമുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ രണ്ട് വസ്തുക്കൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ഊർജ്ജമുണ്ട്, അതൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വസ്തുവിൽ ഫോഴ്സ് ചെയ്യുമ്പോൾ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഊർജ്ജം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. വെറുതെ ഇരിക്കുന്ന ഒരു വസ്തുവിലും ഊർജ്ജം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. അത് ഫിസിക്സ് പഠിക്കുന്നു എന്ന് ഞാൻ പറയാം. ഫിസിക്സ് ആണ്, അത് കംപ്ലീറ്റ്ലി ഫിസിക്സ് ആണ്. അപ്പൊ അവിടെ നിന്നിട്ട് നമ്മൾ പറയുകയാണ് ഒരു വ്യക്തിയിലേക്ക് ഈ എനർജി കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെ എനർജി നമ്മുടെ കൈകളിലൂടെ ആവുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ട്രാൻസ് സിനിമ ദർശനം കണ്ടോന്ന് എനിക്കറിയില്ല. ഇതിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന കുറെ രീതികൾ അതിനകത്തുണ്ട്. ഇത് മതവുമായിട്ട് കണക്ട് ചെയ്ത് ആളുകളെ കബളിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആളുകൾ അതിനെ നെഗറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു സിനിമയെ കൂടിയാണ് ട്രാൻസ്. അപ്പൊ അത്തരം സിനിമകളിലൂടെ പറഞ്ഞു വെക്കുന്ന ഇതൊരു അന്ധവിശ്വാസമാണെന്ന് തന്നെയാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതിലെ കഥയും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് ആളുകളെ വിശ്വസിപ്പിച്ചെടുക്കുന്നത്? എനിക്കത് ഒരു ടാസ്ക് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ട്രാൻസ് സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇങ്ങനെയുള്ള സിനിമകളൊന്നും ഞാൻ കാണാറില്ല. കാരണം നമ്മൾ ഏറ്റവും പോസിറ്റീവായത് മാത്രം എടുക്കുക എന്നുള്ളത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അതിൽ എന്താ പറയുന്നത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ ട്രാൻസ് സിനിമ ആക്ച്വലി ഞാൻ കാണാത്തത് ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഞാനത് പറഞ്ഞുതരാം. ഒരു കുട്ടിയുടെ പിതാവ് അവരെ കറക്റ്റായിട്ട് ആ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഇത്തരം മതവിശ്വാസങ്ങൾ ഈ വെള്ളം കൊണ്ടുവന്ന് ഡെയിലി കൊടുക്കുകയാണ് കുട്ടിക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനമേ എത്തുന്നില്ല. അങ്ങനെ ആ കുട്ടി അതിൽ മരിച്ചു പോവാണ്. അതിനകത്ത് ഒരു സീൻ മാത്രമാണ് അത് ഞാൻ പറയുന്നത്, ഒരു സംഭവ കഥ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ചെല്ലേണ്ട ഇപ്പൊ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഡോളോ കഴിച്ചാൽ പനി മാറും എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള ഇതിലേക്ക് പോകുന്നത് അന്ധവിശ്വാസമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈക്കിയിൽ നമ്മൾ കുറെ സിമ്പിൾസ് അല്ലെങ്കിൽ ഈ ക്രിസ്റ്റൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തത് പ്രധാനമായും പറയണത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിലേക്ക് എത്തുന്നത് ഞാൻ ഒരിക്കലും മെഡിക്കൽ സയൻസിനെ തള്ളി പറയല്ല, അത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സമയത്ത് മെഡിക്കൽ സയൻസ് കഴിയൊഴിഞ്ഞ കാര്യങ്ങൾ വരെ എൻ്റെ സീനിയേഴ്സായ ആൾക്കാർ ഒരുപാട് പേരെ ഹീൽ ചെയ്ത് കൊടുത്തിട്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈവൻ എൻ്റെ മാസ്റ്റർ പോലും, അദ്ദേഹം ഒരു IT പ്രൊഫഷണലായിരുന്നു. അദ്ദേഹത്തിന് സ്പൈനിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം, ബെഡ് റിഡൻ ആയിട്ട് കിടന്ന ഒരു വളരെ ചെറിയ പ്രായത്തിൽ ബെഡ് റിഡൻ ആയിട്ട് കിടന്ന അദ്ദേഹം സർജറി ഒന്നും വേണ്ട, അതായത് ഒന്നും ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ എത്തിച്ച ഒരു സംഭവമാണ്. അദ്ദേഹം ഈ റേക്കി കൊണ്ട് ഹീൽ ചെയ്ത് ഇപ്പോൾ അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യവുമില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാനേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഇതൊന്നും നടക്കില്ല. ഒരു കാര്യം പറയാം, റേക്കി ഇപ്പോൾ ആതിരയോട് പറയാണ് ഞാൻ റേക്കി തന്നു കഴിഞ്ഞാൽ ആതിരയുടെ ഇന്ന പ്രശ്നം മാറും എന്ന് പറയാം. അപ്പോൾ ആതിര പറയണ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചിട്ടിരിക്കുക, അതെന്തായാലും സക്സസ് ആവും എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ ഉണ്ടായ എക്സ്പീരിയൻസ്. പിന്നെ എല്ലാത്തിലും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ഹീലിങ്ങിന് വരുന്ന ആൾക്കാർ ചോദിക്കും ഇതെങ്ങനെയാണ് മാറുക, അങ്ങനെയൊക്കെ ചോദിക്കും. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കും. ഒട്ടും കൺവിൻസ്ഡ് ആവാത്ത ആൾക്കാരെ നമ്മൾ വേറെ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് തന്നെ പൊക്കോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ, അവരുടെ വിശ്വാസമാണ് എല്ലാം നടക്കുന്നത് എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ള കാര്യം. ഈ ടാരോട്ടിൽ പിന്നെ വേറെ എന്തൊക്കെ, ഈ കാർഡ് അല്ലാതെ വേറെ എന്തെങ്കിലും ടൂളുകളുണ്ടോ? അല്ലെങ്കിൽ നമ്മളത് ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ ടാരോ ഒരിക്കലും ഹീലിംഗ് പ്രോസസ് അല്ല. അതൊരു നമുക്ക് എന്താ പറയുക, ഒരു പ്രെഡിക്ഷൻ ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ചിലപ്പോൾ നമ്മൾ 2-3 ജോലി ഒന്നിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഏകദേശം ഒരേപോലെയാണ്. ഏതിൽ നമ്മൾ ചൂസ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടുന്നുള്ളതിന് അങ്ങനെയൊക്കെ എടുക്കാമെന്നല്ലാതെ ഒരിക്കലും ടാരോ ഒരു ഹീലിംഗ് അല്ല. അതിനോടൊപ്പം ചേർന്ന് റേക്കി അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ, അതും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കേരളത്തിലെ ആൾക്കാർക്ക് സാധാരണ അമ്പലത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മളത് ഓക്കെ ആക്കുന്നത്. മിക്കവാറും റേക്കിയിൽ കൂടെ തന്നെയാണ്
നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. റേക്കിൽ എത്തിയത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കണം. ഇതിലൊന്നും റേക്ക് വിശ്വാസമില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഇതേപോലെ ട്രാൻസൊക്കെ മൂവി കണ്ടിട്ട് വരുന്ന ആൾക്കാരെ അതൊന്നും നടക്കില്ല. പല ആൾക്കാർ അങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ പോയി ഒരുപാട് പൈസ ചിലവാക്കി, പല അമ്പലങ്ങളിൽ പോയി വഴിപാട് ചെയ്തു, ഇതെല്ലാം ചെയ്തു, ഒന്നും നടന്നിട്ടില്ല. ഇനി നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവർക്ക് ആദ്യം നമ്മളൊന്ന് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഓക്കെ ആക്കിയതിന് ശേഷം റേക്ക് അവർ സ്വീകരിക്കാൻ അതായത് അറ്റോൺമെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, ഹീലിംഗ് എനർജി സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അവർക്ക് ഹീലിംഗ് ചെയ്ത് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണോ ആ ഒരു കാര്യം അപ്പം എൻ്റെ വായിൽ എന്തെങ്കിലും തോന്നിപ്പിക്കും ഭഗവാൻ, സത്യമായിട്ടും അത് അങ്ങോട്ട് സമർപ്പിക്കും. എന്നെ കാത്തോളനെ എന്ന് പറഞ്ഞ് ഞാൻ പറയും. അപ്പം എൻ്റെ എന്തെങ്കിലും വരും, ഞാനത് പറഞ്ഞു കൊടുക്കും, സക്സസ് ആവാറുണ്ട്. ദർശന കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ കൗൺസിലിംഗ് എങ്ങനെയൊക്കെ കോഴ്സ് പഠിച്ചോ? ഞാൻ കോവിഡിന്റെ സമയം നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. കുറെ പേർക്ക് നെഗറ്റീവ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ പോസിറ്റീവ്, ഒരുപാട് കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റിയത് ഈ ഒരു സമയത്താണ്. ആ സമയത്താണ് ഞാൻ ഈ കൗൺസിലിംഗ് ബേസ് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താ പറയുക, ഡിപ്ലോമ കൗൺസിലിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ സ്കൂൾ ടീച്ചർ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സൈക്കോളജി പേപ്പർ പഠിക്കാമായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി, പഠിക്കാൻ നല്ല രസമുള്ള ഒരു ടോപ്പിക്കായിട്ട് തോന്നി. അത് പിന്നെ അതിൻ്റെ അടുത്ത ലെവലിൽ പഠിക്കണം എന്ന് തോന്നി. ഞാൻ ആക്ച്വലി പഠിച്ച കൗൺസിലിംഗ് ഒക്കെ പഠിച്ചത് ടാരോയ്ക്ക് റേക്കിക്ക് ഒന്നും വേണ്ടിയില്ല. എൻ്റെ പിള്ളേരെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് പറയുന്ന പിള്ളേരുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക. അതുപോലെ പാരൻസും വന്ന് പറയാറുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അറിയാലോ. അപ്പോൾ എനിക്ക് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ കൗൺസിലിംഗ് പഠിച്ചത്. നമ്മൾ എന്തെങ്കിലും പറയുന്നതിനേക്കാളും പഠിച്ചു പറയുമ്പോഴല്ലേ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ പഠിച്ചതാ. അത് പക്ഷെ ഇതിലേക്കാണ് കണക്ട് ചെയ്ത് വന്നത് എന്ന് മാത്രം. കൗൺസിലിംഗ് ആണോ ആദ്യം പഠിച്ചത്? ഇതിനെല്ലാം ടാരോയ്ക്കും ഒക്കെ മുമ്പ് പഠിച്ചത് ഞാൻ കൗൺസിലിംഗ് ആണ്. 2022 കാലഘട്ടത്തിലാണ് ഞാൻ കൗൺസിലിംഗ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 23-ലാണ് ഞാൻ ടാരോയിലെത്തുന്നത്. 24-ലാണ് ഞാൻ റേക്കിയിലെത്തുന്നത്. ഈ ടാരോ എനിക്ക് തോന്നുന്നു കൂടുതലും കോവിഡ് കാലഘട്ടത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു തീർച്ചയായും കൂടുതൽ ജനപ്രിയമായി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആളുകളായത്. ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുഖം കാണിക്കാൻ പോലും ആളുകൾക്ക് പേടി. ഇപ്പോഴും കൊണ്ട് അങ്ങനെ കൈ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ റീഡിങ് മാത്രമേ ഇങ്ങനെ യൂട്യൂബുകൾ കാണാം. അതല്ലാതെ പിന്നീടാണ് ഇവരുടെ ഫേസ് വന്ന് ധൈര്യസമേതം ഞാൻ ഇങ്ങനെ ഒരു ടാരോ റീഡർ ആണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഈ അടുത്ത കാലത്താണ് സ്ത്രീകൾ കൂടുതലും. ഞാൻ കണ്ടിട്ടുള്ളത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് ടാരോ റീഡർ. അതെന്തുകൊണ്ടായിരിക്കും? അത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ സ്ത്രീപക്ഷവാദിയോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റോ ഒന്നും അല്ല. എല്ലാവർക്കും ഈക്വലായിട്ട് അവർക്ക് അവരുടേതായ, പുരുഷന്മാർക്ക് അവരുടേതായ സ്ഥാനമുണ്ട്, നമുക്ക് നമ്മുടേതായ സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഒരു ഇത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രസവവേദന എന്നൊന്നും ഞാൻ പറഞ്ഞതിനൊന്നും മഹത്വവൽക്കരിക്കുന്നില്ല, അതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. കുറച്ചെങ്കിലും വേദന അറിഞ്ഞിട്ടുള്ളത് അവർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യുക എന്നുള്ള വേർഡും ഞാൻ തൽക്കാലം മാറ്റി വയ്ക്കുകയാണെങ്കിൽ കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നത് ലേഡീസിനായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരുടെ ഒരു ടോണായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു പ്രകൃതി അങ്ങനെ അവരെ ഒരുക്കിയത് കൊണ്ടായിരിക്കാം, ഒരു ആശ്വാസം, ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി, ആ ഒരു കെയറിങ് അവിടെ കൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് കുറെ കൂടെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. എൻ്റെ അടുത്ത് വരുന്നതും അങ്ങനെയാണ്. എന്നെ ഈ ഒരു ഇതിലും എന്നെക്കാൾ ഏജ്ഡ് ആയ ആൾക്കാരെ അമ്മയെ എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കണം. അപ്പം ഞാൻ എൻ്റെ പേര് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ടീച്ചറെ എന്ന് വിളിച്ചാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ വായിന്ന് ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു എന്തൊക്കെയോ അവർ തെറ്റിദ്ധരിച്ച് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും അല്ലാന്ന് നമ്മളെ കൊണ്ട് സാധിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അവർക്കും ഒരു സന്തോഷം, സമാധാനം. അങ്ങനെ ഒരു ഇപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചൊരു ഇതിലായിരുന്നു. എൻ്റെ പാരൻസും മീൻസ് എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ പാരൻസും എൻ്റെ കുട്ടികളും എൻ്റെ കൊളീഗ്സും ആയിരുന്നു എൻ്റെ ലോകമെങ്കിൽ. ഇപ്പോൾ അത് കുറേ കൂടെ വൈഡായിട്ട് ഒരുപാട് പേരിലേക്ക് എൻ്റെ വാക്കുകൊണ്ട് കുറേ കാര്യങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു പേയ്മെൻറ്റിനേക്കാളും സമാധാനം. അവർ അത് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ സന്തോഷത്തോടെ പറയുന്നൊരു വേർഡുണ്ടല്ലോ. പണ്ട് നമ്മൾ പിള്ളേരുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടിട്ട് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്ക് നോക്കി കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സക്സസ് ആവുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ റിസൾട്ട് കിട്ടി അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കിട്ടി എന്ന് പറയുമ്പോൾ അതിനുണ്ടാവുന്ന വേറൊരു, നമ്മുടെ ചാർലിയിലൊക്കെ പറയുന്ന പോലെ മറ്റുള്ളവരുടെ കണ്ണിലൊരു സ്റ്റാർ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും. അവരുടെ പ്രാർത്ഥനയിൽ എൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളത് അത്രയൊക്കെ തന്നെയുള്ളൂ. അതെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരുപാട് റിജക്ഷൻസ്
കിട്ടിയ ഒരാളാണ്. പല സ്ഥലത്തു നിന്നും റിജക്ഷൻസ്, കളിയാക്കലുകൾ ഒരുപാട് കിട്ടിയ ആളാണ്. പിന്നെ എന്താ പറയുക, എന്താണ് ആ ഒരു ഡയലോഗൊക്കെ ഉണ്ടല്ലോ, എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കളിയാക്കലാണ് സജി എന്ന് പറയുന്ന, ഇൻസൾട്ടാണ് സജി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഒരുപാട് കളിയാക്കൽ നേരിട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ എനിക്ക് സത്യം പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഭഗവാന്റെ ഒരു നിയോഗം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല. കാരണം ഒരു വാക്ക് പറഞ്ഞാൽ അതൊന്നും, ഞാൻ പറഞ്ഞത് എല്ലാം റിജക്റ്റ് ചെയ്യണം, അവളല്ലേ പറയുന്നത്, അങ്ങനെ പറഞ്ഞ് മാറ്റിയ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ഒരു തരത്തിലുള്ള വിലയോ കാര്യങ്ങളോ ഒന്നും തരാതെ സ്വയം ഞാൻ ചിന്തിക്കും, ഞാൻ അങ്ങനെയാണോ, ഞാൻ പറയണതൊക്കെ തെറ്റാണോ എന്നുള്ള പല ചിന്തകളും എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ എന്നെ കേൾക്കാൻ വേണ്ടി കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ. ദർശൻ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടർ ഉള്ള ഒരാളാണോ, അതോ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും സവിശേഷതകളുണ്ടോ? അങ്ങനെ ഞാൻ ഇൻട്രോവേർട്ട് ഒന്നും ആയിരുന്നില്ല, ഞാൻ ആക്റ്റീവ് ആയിരുന്നു. സ്കൂളിലാണെങ്കിലും സ്റ്റേജ് പ്രോഗ്രാമുകൾ പങ്കെടുക്കുക, ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എൻ്റെ ടീച്ചേഴ്സ് KG മുതൽ തന്നെ പേര് കൊടുക്കും, അതിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എന്നേക്കാളും ഉറപ്പ് അവർക്കായിരിക്കും. ഞാൻ പോയി നോക്കുമ്പോൾ അറിയാലോ. അപ്പൊ അവരിങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിനാണെങ്കിലും ഇന്ന കാര്യങ്ങൾക്ക് അവര് വിളിക്കും. എന്നോട് ആ സമയത്തായിരിക്കും ചിലപ്പോൾ പറയാ, ഇതിന് പേര് കൊടുത്തിട്ടുണ്ട്, പോയി പങ്കെടുക്കണം. അപ്പം ഞാൻ ഒന്നും പ്രിപ്പയർ ആയിട്ടും കൂടി ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ വീണാലും 4 കാലം എന്നുള്ളൊരു സംഭവം അന്ന് ഉണ്ടായത് കൊണ്ടായിരിക്കാം, ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഉള്ളത് കൊണ്ടായി. ഒന്നും എൻ്റെ കഴിവെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതൊക്കെ അങ്ങനെ കറിയേറി വന്നിട്ടുണ്ട്. അങ്ങനെ ഇൻട്രോവേർട്ടൊന്നും ആയിരുന്നില്ല. എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല. പിന്നെ അതേപോലെ മീഡിയയുടെ മുമ്പിൽ ഇരിക്കുക, അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ, ഒരാളുടെ അടുത്ത് പറയാം, അതിനൊന്നും എനിക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ എന്നിട്ടും എന്നെ കുറേ കളിയാക്കലുകൾ. കളിയാക്കല് പറഞ്ഞാൽ ഒന്നാമത് എൻ്റെ ഒരു കുട്ടിത്തമുള്ള ഒരു ഫേസ്, അല്ലെങ്കിൽ ഒരു പൊട്ടത്തരം എന്നുള്ളൊരു രീതിയിലേക്കായിരിക്കും അവരെന്നെ. വാക്കിന് വില തരാതിരിക്കുക എന്നൊക്കെ പറയില്ലേ, ഞാൻ പറയണതൊക്കെ പൊട്ടത്തരമായിരിക്കും എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ പൊട്ടത്തരം ചിലപ്പോൾ സത്യമായിട്ട് പിന്നെ അവർ വന്ന് പറഞ്ഞിട്ടുണ്ട്, അത് വേറെ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെ ഈ ടാരോട്ട് റീഡർ ആയതിനു ശേഷം അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? മീൻസ് അങ്ങനെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാടെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. എന്നാലും ഞാൻ ആക്ച്വലി അത്യാവശ്യം ഒരു എഴുതുന്ന കാര്യത്തിൽ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കുത്തിക്കുറിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഈ ഒരു 2023 വരയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ FB ഒക്കെ നിർത്തി, ടോട്ടലി എൻ്റെ അക്കൗണ്ട് ഉണ്ട് എന്നല്ലാണ്ട് ഞാൻ അതിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിലെനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഞാൻ എഴുതുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബ്രേക്കാണ്, കുറേ നാളുകൾ എന്നെ ഇവരൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നത് എന്ന് അറിഞ്ഞപ്പോൾ കുറേ പേര് അത് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇവക്ക് ഇതെന്താ പറ്റിയത്, ഇങ്ങനെ ഒരിക്കലും ഇവളെ വിചാരിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ, ഈ കുട്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുടെ ഭാഗത്തുനിന്ന്, ഞാൻ അതൊന്നും എൻ്റെ ചെവിയിൽ കേൾക്കുന്നില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അറിയുന്നുണ്ട്. അത്രേ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉണ്ട്. അല്ല, ഇപ്പം എന്ത് ചെയ്താലും സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്താലും നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആണല്ലോ ഈ ടാറോ റീഡിങ്ങും കൂടുതലും ഒക്കെ പോകുന്നതും, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ ദർശനം എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടുള്ളൂ. വാട്സാപ്പ് എനിക്ക് എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല, എൻ്റെ ജോലിയായി ബന്ധപ്പെട്ട്. യൂട്യൂബ് പിന്നെ ഞാൻ എന്തായാലും എൻ്റെ ഗൈഡൻസിന് വേണ്ടി, അപ്പോഴും ഞാൻ ടാരോ ഗൈഡൻസിന് വേണ്ടി പഠിക്കുന്നുണ്ട്. സൂം പ്ലാറ്റ്ഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കണ്ട എന്നുള്ള ഒരു ഘട്ടത്തിൽ ഞാൻ ഫേസ്ബുക്ക് നിർത്താൻ തന്നെ കാരണം, എന്തിലും എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരിക, എൻ്റെ പോസ്റ്റിന് നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നതിനല്ല, രാഷ്ട്രീയപരമായിട്ട് കുറേ കാര്യങ്ങളിൽ ആരെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ആളുകൾ എന്ത് നല്ലത് ചെയ്താലും അതിന് കുറേ നെഗറ്റീവ് കമൻറ്റുകൾ ഇടുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിൻ്റെ താഴേക്ക് പോയിട്ട് ഫസ്റ്റ് അതിനെ എതിർത്ത് എൻ്റെ ഒപ്പീനിയൻ ഞാൻ അവിടെ പോയി ടൈപ്പ് ചെയ്യായിരുന്നു. പിന്നെ ചെയ്ത് എനിക്ക് തന്നെ ഒരു മടുപ്പ്, ഇതൊക്കെ എന്താവശ്യം, ഞാൻ പറഞ്ഞിട്ടൊന്നും ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത വന്നു. ഇതൊക്കെ കാണാതിരുന്നാൽ എനിക്കൊരു കുഴപ്പമില്ലല്ലോ, കണ്ടു കഴിഞ്ഞാൽ ഞാനത് റിയാക്ട് ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. ഇപ്പോഴും എൻ്റെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും എന്തെങ്കിലും എന്നെ പറയണതിനേക്കാൾ എനിക്ക് ദേഷ്യമാണ് എൻ്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും എന്തെങ്കിലും പറയണം, ഞാൻ അതിന് വേണ്ടി വാളെടുക്കാൻ നിൽക്കും. അപ്പം അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിച്ച്
നമ്മുടെ എനർജി പോകുക എന്നല്ലാണ്ട് വേറൊന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ ശരി പൊക്കോട്ടെ, ഞാൻ അതിൽ നിൽക്കാതിരുന്ന പോരെ എന്നുള്ള രീതിയിൽ ഞാൻ അതിൽ നിന്ന് മാറി നിന്നു ടോട്ടലി. അപ്പൊ എങ്ങനെയാ ദർശനയിലേക്ക് ക്ലയൻസുകൾ എത്തുന്നത്? സോഷ്യൽ മീഡിയ ഇത്തരത്തിൽ യൂട്യൂബ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് ആൾക്കാരെ കണ്ടിട്ടാണ് കൂടുതൽ ആളുകൾ വിളിക്കുന്നത് അല്ലെ? ഈ വിളിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെയുള്ള ആളുകളാണ്? സ്ത്രീകളാണോ കൂടുതൽ അതോ? അല്ല, ഇപ്പോ നേരത്തെ സ്ത്രീകൾ മാത്രമായിരുന്നു, ഇപ്പോ എല്ലാവരും ഈവൻ സ്റ്റുഡൻസ് പോലും വിളിക്കുന്നുണ്ട്, പിന്നെ പുരുഷന്മാരെ വിളിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചൊരു കാലമായിരുന്നു. അല്ല, അപ്പോൾ പുരുഷന്മാർക്കും ഒരുപാട് പ്രശ്നങ്ങൾ, ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവരും നേരിടുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യം. അങ്ങനെ ദർശന ഈ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ റീഡ് ചെയ്ത് ഹീൽ ചെയ്ത് കൊടുത്തിട്ട് മാറിയ റിലേഷൻഷിപ്പുകൾക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. അതേപോലെ കരിയറിലാണെങ്കിലും അവർക്ക് സക്സസ് ആയി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അവരെ ഞാനിപ്പോൾ ഫ്രണ്ടായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അവർ ഫ്രം ഓസ്ട്രേലിയ ആണ്. അവർ രണ്ടിനും, റിലേഷൻഷിപ്പിനും കരിയറിനും വേണ്ടി കരിയറിനും അവർ MSW ആണ്. ഓസ്ട്രേലിയ അവിടത്തേക്ക് അറിയാമല്ലോ, അവരൊരു പേപ്പറൊക്കെ കറക്റ്റ് ചെയ്ത് നേരത്തെ അവർ ചെയ്ത് 12 പേപ്പറോ 8-10 പേപ്പറായിട്ടോ കറക്റ്റ് ചെയ്തതാണ്. പക്ഷെ അവർക്ക് അവിടെ നിന്ന് മാറി അവരുടെ ഒരു ഫാമിലി മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊന്ന് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. വീണ്ടും അവിടെ അവിടെ നിന്ന് വേറെ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് റിജക്ഷൻ കിട്ടി. അപ്പോൾ അവർ അടുത്ത വേറെ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ ഇവരിങ്ങനെ ഈ പേപ്പർ ഇത് കൊടുക്കില്ല, അവർ വീണ്ടും ആദ്യം മുതൽ അവർക്ക് എഴുതേണ്ടി വരും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇന്ന പോലെ ചെയ്താൽ മതി, കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അത് പറഞ്ഞു കൊടുത്തു. അവർ അതേപോലെ ഫോളോ ചെയ്തു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവർ പറഞ്ഞു എനിക്ക് പേപ്പേഴ്സൊക്കെ ക്ലിയർ ആയി. ഒരു 2 പേപ്പർ മാത്രം, അതല്ല ഏത് യൂണിവേഴ്സിറ്റിയും മുഴുവൻ പേപ്പർ കൊടുക്കില്ല. അപ്പോൾ 2 പേപ്പർ മാത്രം എനിക്ക് എഴുതിയെടുത്താൽ മതി, ബാക്കി എൻ്റെ ലൈഫ് സക്സസ് ആയി എന്ന് ഇപ്പോൾ റീസെൻ്റ്ലി നടന്നത്. പിന്നെ ഒരാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് ന്യൂസിലാൻഡിലാണ് അദ്ദേഹം, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ലേഡീസിനൊക്കെ. പക്ഷെ അവർക്ക് അത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ഞാൻ പറയാത്തത് വേറെ ഒന്നുമല്ല, അത് നമ്മുടെ നാട്ടിൽ കുറേ നിഷ്കളങ്കരായ ആൾക്കാരാണ്. അവരോട് എന്ത് പറഞ്ഞാലും കുറേയൊക്കെ വിശ്വസിക്കും. പക്ഷേ കുറച്ചും കൂടെ നാട് വിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവരിലേക്ക് ഇതിൽ മാറ്റം വരുത്തുകയെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ള, എൻ്റെ സക്സസ് ആയിട്ട് പറയാനുള്ള കാര്യം. അവർ ചിന്തകൾ മാറ്റം ഉണ്ടാവുമല്ലോ. ഈ പറഞ്ഞ പോലെ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം, അവർക്ക് ഈ ഒരു കാര്യം എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത്. അത് നമ്മൾ ലോജിക്കലി വിശ്വസിക്കാതിരിക്കുക, മാജിക്കലി വിശ്വസിക്കുക, എല്ലാം സക്സസ് ആവും. മാജിക്കിലാണ് കൂടുതൽ വിശ്വാസം. നമ്മൾ ഈ സാന്റാക്ലോസ് ഒക്കെ വരും എന്നൊക്കെ പറയും, ടൂത്ത് ഫെയറി വരും, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഓണത്തിന് മാവേലി വരും, ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊരു സന്തോഷം. ഇതേപോലെ തന്നെ നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് വരും എന്ന് വിശ്വസിക്കുക, ഒരു എനർജി വരും ഉണ്ട്. പ്രതീക്ഷ എന്ന് പറഞ്ഞോളാ. ഈ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഹോപ്പ്, അല്ലെ? അതല്ലേ നമ്മളെല്ലാവരും ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഇല്ലാത്ത ആൾക്കാരുടെ ഒന്ന് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. ഒരിക്കലും അവർക്ക് ഒരു സന്തോഷത്തോടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല അവർക്ക്. കാരണം ഒരു ഹോപ്പും ഇല്ലാതെ ജീവിച്ച ആളായിരുന്നു ഞാൻ. എൻ്റെ കരിയറൊക്കെ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈൻഡ്ഫുള്ളായിട്ട് പോകാൻ പറ്റില്ല. ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറ്റേ ഇതിൽ പറയുന്ന പോലെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി മാറുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരവസ്ഥയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രതീക്ഷ നമ്മളെ കൊണ്ട് പറ്റുക, അല്ലെങ്കിൽ നമുക്കും സാധിക്കും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ലൈഫിന് കളർഫുള്ളാക്കാൻ പറ്റുക. ഞാൻ ഇതെന്താ പറയുക, ഈ ഇത് വെച്ചിട്ട് അല്ലെ ഇങ്ങനെ ഹീൽ ചെയ്തുകൊണ്ട് ക്യാൻസർ മാറും അങ്ങനെയുള്ളതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് മൈൻഡിന്റെ ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് അതിന്റെ ആഴവും പരപ്പും അനുസരിച്ച് ചില ആളുകൾക്ക് അത് എന്താ പറയാ റീകണക്ട് ആവാം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് പോസിബിൾ ആവാം. ഉചിതമായത് എന്താണോ അതേ സംഭവിക്കുള്ളൂ. എന്തെന്നെ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അവരിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള കർമ്മം തീർന്നത് കൊണ്ടായിരിക്കും ആ വ്യക്തി പോയിട്ടുണ്ടാവുക. ഇവര് പക്ഷെ അതിന്റെ പിന്നാലെ പോയിട്ട് അത് വേണം 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 കിട്ടില്ല. ആ ഒരു അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ആ ഒരു എന്തെങ്കിലും ഒരു കാര്യം നിറവേറ്റാനായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് പോയി അദ്ദേഹം പോയതിന് ശേഷം ഇവർക്ക് ഒരുപാട് പോസിറ്റീവ് വരും, നല്ല കാര്യങ്ങൾ വരും. ചിലപ്പോൾ വേറെ റിലേഷൻഷിപ്പ് വരാം, അതും അല്ലാന്നുണ്ടെങ്കിൽ വേറെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവാം. ഇതൊന്നും അവർക്കതൊന്നും വേണ്ട. കാരണം
ഇവർക്ക് ഈ ഒരു വ്യക്തി മാത്രം മതി. അപ്പോൾ ഇവർ ലെറ്റ് ഗോ ചെയ്യാത്തിടത്തോളം ഇവരുടെ ലൈഫിൽ വേറൊരു മാറ്റവും സംഭവിക്കില്ല. ഇവരിങ്ങനെ രാവിലെ എണീറ്റിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞ് അങ്ങനെ പോകുന്നല്ലാതെ ഇവരെന്നാണോ അത് എനിക്കുള്ളതാണെങ്കിൽ തിരിച്ച് വന്നോട്ടെ എന്ന് പറഞ്ഞ് ലെറ്റ് ഗോ ചെയ്ത് കളയുന്നത്, ആ സമയത്ത് അല്ലെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞാലും ആ വ്യക്തി തിരിച്ചവരിലേക്ക് വരും. പക്ഷെ ഇവരിത് ചെയ്യാതെ ഇങ്ങനെ ഈ കിളിക്കുഞ്ഞിനെ ഇങ്ങനെ മുറുക്കി പിടിച്ചാൽ എന്ത് സംഭവിക്കും? അതൊരു ലോജിക്കും കൂടിയാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരാളെയും നമ്മളെ വിട്ടുപോകുന്ന ഒരാളെ നമ്മൾ പിടിച്ചു നിർത്തി സ്നേഹിപ്പിക്കാൻ പറ്റില്ലല്ലോ. മറ്റേ വേറെന്ത് കാര്യവും നമുക്ക് ചെയ്യിപ്പിക്കുക, ഒരാളെ ഭീഷണിപ്പെടുത്തി. പക്ഷെ സ്നേഹിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ നിന്ന് തോന്നേണ്ട ഒരു ഇതാണല്ലോ. പക്ഷെ എല്ലാവർക്കും ആവശ്യം ആ ഒരു സംഭവം, അവർക്കത് വേണം. ഇപ്പൊ ആകാശത്ത് അമ്പിളിമാമനെ പോയി പിടിച്ചിട്ട് വാ എന്ന് പറയുന്ന പോലെയാണ് പലരും എന്നോട് വന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ ദർശനം എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അവരോട് കാര്യം പറയോ, ഇത് ഒരിക്കലും തിരിച്ചു വരില്ല, ഇങ്ങനൊരു എക്സ് എന്റെ ലൈഫിലേക്ക് തിരിച്ചു വരില്ല? പറയാറുണ്ട്. ഞാനത് ഇന്ന കാരണം കൊണ്ടാണ് അവർ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കും, ചിലപ്പോൾ അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇവരുടെ മുമ്പിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക് അല്ലെങ്കിൽ കുറച്ച് ഒന്ന് എനർജി ഒന്ന് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞതിൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരുപാട് പേര് കരഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് കാർഡാണ് ഞാൻ കാണിച്ചു കൊടുക്കുക, ഇതിലിങ്ങനെയാണ് പറയുന്നത് എന്ന് ഞാൻ പറയും. അപ്പോഴും അവർ അത് വിശ്വസിക്കും. എനിക്ക് വേണം, എങ്ങനെയായാലും മാഡം അതൊന്ന് കൊണ്ടുവന്ന് തരണം, ഇതിന് എന്ത് വേണമെങ്കിലും പൈസ തരാം, അങ്ങനെയൊക്കെ പറയണം. നമ്മളപ്പോൾ പറയും ഇങ്ങനെയാണ്, ഇതിന് സാധ്യതയില്ല. അവരിങ്ങനെ പറയും എലസ് എന്നുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയും ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കാരണം വരാൻ പോണില്ല എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വന്നാലോ എന്ന് പറഞ്ഞിട്ട് അവർ വാശി പിടിച്ചിട്ട് എലസൊക്കെ എടുപ്പിക്കാറുണ്ട്. അവർ നമ്മളെ കൊണ്ട് നിർബന്ധം. ഞാൻ പറയാൻ നടക്കാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ വെറുതെ എന്തിനാ പൈസ ചിലവാക്കുന്നത് അങ്ങനെ പറയാറുണ്ട്. പക്ഷെ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും, ഇപ്പോൾ അത് പെണ്ണുങ്ങൾ മാത്രമല്ല, ലേഡീസ് മാത്രമല്ല, ആണുങ്ങളായാലും ആ ഒരു സ്നേഹത്തിൻ്റെ പിന്നാലെ പൈസ എത്ര തരാൻ പറഞ്ഞാലും അല്ലെങ്കിൽ വേറെന്ത്, പക്ഷെ സ്നേഹിച്ച ഒരാൾ പോവുക എന്നുള്ളത് ഒരാൾക്കും അത് എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ വരുന്ന ഒരാളെ ദർശനം അത് കറക്റ്റായിട്ട് പറഞ്ഞ് ഇത് നടക്കില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പിന്മാറാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. നമുക്കറിയാലോ വരില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലെങ്കിൽ ഞാൻ ആദ്യം അങ്ങനെ തന്നെ പറയാറുള്ളത്. പിന്നെ അവർ ചിലപ്പോൾ എനിക്ക് കൗൺസിലിംഗ് വേണം, ഇതൊന്നൊന്ന് റിക്കവർ, ചിലവർ പറയാറുണ്ട് പോയത് പൊക്കോട്ടെ മാഡം, എനിക്ക് ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് എൻ്റെ മൈൻഡ് ഒന്ന് മാറ്റി തരണം എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. കോഡ് കട്ടിങ് എനർജി ഉണ്ട്, അതൊക്കെ നമ്മൾ റേക്കിയിലുള്ള മെത്തേഡ്സ് ആണ്. അത് റേക്കി പഠിക്കാത്തവർക്കും കോഡ് കട്ടിങ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് അവരെ ഹാർട്ട് ചക്രയിലേക്ക് നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ ഓക്കെ ആയി, മൈൻഡ് റിലീഫായി എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരുണ്ട് ഈ DP നോക്കിയിട്ട് അവർ കയ്യിൽ പിടിച്ചു, അവർ സ്റ്റാറ്റസ് വെച്ചു, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടോ മാഡം അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ അവരുടെ പിന്നാലെ ഫോളോ ചെയ്യേണ്ട, അവരെന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്കുള്ളതാണ് നിങ്ങളിലേക്ക് വരും, നിങ്ങളതൊന്നും നോക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്താണ് സ്റ്റാറ്റസ് വെച്ച്, ഇവരെന്താണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഇൻസ്റ്റയിൽ എന്താ സ്റ്റോറി ഇട്ടിരിക്കുന്നത്, ആ പോയ വ്യക്തിയാണെങ്കിൽ ഇവരെ ചൊറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഇവർക്ക് അറിയില്ല. ഇവരിതിന് വേണ്ടി ചിലപ്പോൾ വൺസിനൊക്കെ ആയിട്ടായിരിക്കും ഇടുന്നത്. ഇവരിതിൻ്റെ പിന്നാലെ ഇരുന്ന് ഇവരിങ്ങനെ പ്രഷർ കയറ്റി ഇവർക്ക് വയ്യാതാവുകയാണ്. ഇവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ കരിയർ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഫിനാൻഷ്യലി അവർ ഇതിലായിരിക്കും നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കരിയർ ശ്രദ്ധിക്കൂ, അവർ വരട്ടെ. ഇവരാണെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി, ഇപ്പോൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഇവർക്ക് വേണ്ടി ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി, ചിലപ്പോൾ ഹ്യൂജ് ഓഫ് എമൗണ്ട് കടം. ഒരു അമ്മൂമ്മ ഞാൻ ഏജൊന്നും പറയുന്നില്ല, അവർക്ക് വരെ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഒരു 16 ലക്ഷത്തോളം അവരെ പറ്റിച്ചിട്ട്, അവരെക്കാളും വളരെ താഴെ പ്രായമുള്ളൊരു വ്യക്തി പറ്റിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്ന കാര്യം, ഇതൊക്കെ നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവർ എന്നിട്ട് പറയും എനിക്ക് പൈസ എങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. ആ പോയത് പൊക്കോട്ടെ, എനിക്ക് പൈസ എങ്കിലും തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ അപ്പൊ ദർശനയുടെ കാർഡ് എടുക്കുമ്പോൾ മനസ്സിലാവുമോ ഈ ക്യാഷ് തിരികെ കിട്ടും? അത് ഉണ്ട്, പെൻഡക്കിൾ മനസ്സിലാവും, കാർഡിൽ വരും. അത് പെൻഡക്കിൾ എന്നൊരു ഇതുണ്ട്, ഒരു സ്യൂട്ട് ഉണ്ട് കാർഡിൽ, 4 സ്യൂട്ട്. പിന്നെ മേജർ ആർക്കാന മിനർ ആർക്കാനയാണ് കാർഡിൽ വരുന്നത്. അതിൽ പെൻഡക്കിൾ സ്യൂട്ട് നമുക്കത് കറക്റ്റായിട്ട് പൈസയുടെ കാര്യങ്ങൾ വരും അല്ലെങ്കിൽ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത്
പറഞ്ഞിരുന്നു. ഇപ്പൊ ദർശനയുടെ കാർഡ് ഞാൻ വേറെ കുറെ റീഡേഴ്സിന്റെ കാർഡുകൾ എനിക്കൊന്ന് കുറച്ചും കൂടി പാശ്ചാത്യ രാജ്യങ്ങളിലെ ദേവതകളോ അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്തതാണ്. ദർശനയുടെ എനിക്കൊന്ന് കുറച്ചുകൂടെ നമ്മുടെ കേരളത്തിലെ ഇതാണ് വന്നത്. അതിപ്പോ എവിടുന്നാണ് അവൈലബിൾ ആവുന്നത്? നമുക്ക് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? അതായത് എങ്ങനെയാണ് അത് ചേഞ്ച് വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ടാരോ മേറ്റ് തന്നെ ആയിരുന്നിരുന്ന ഒരു മാഡം ആണ്, അവരെ ഞാനിപ്പോൾ അമ്മ എന്നാണ് വിളിക്കുന്നത്. അവരാണ് കേരളത്തിലെ എന്നല്ല വേണമെങ്കിൽ ഇന്ത്യയിലെ തന്നെ പറയാം, മലയാളത്തിലെ ആദ്യ ഒറാക്കിൾ കാർഡ് അവരാണ് ഫോം ചെയ്തത്. അവർക്കൊരു എനർജി കണക്ഷനൊക്കെ ഉണ്ട്, ദേവി ചൈതന്യമൊക്കെ ഉണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന ഒരു പക്ഷമാണ്. അവരുടെ വീട്ടിൽ തന്നെ സ്വയംഭൂവായ ദേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറുപ്പം മുതലേ അവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവർ. അപ്പോൾ അവർക്ക് ഹിമാലയത്തിലേക്ക് അവരൊരു യാത്ര നടത്തി, ഹിമാലയത്തേക്ക് എന്നല്ല പല പല ഭാഗത്തേക്കും യാത്ര നടത്തിയിട്ട് അവിടെ നിന്നൊക്കെ ഇൻഡ്യൂഷൻ കിട്ടുന്നത് അവർ എഴുതി വെച്ച് അതൊരു ഒറാക്കിൾ കാർഡായിട്ട് മാറ്റി. അത് മൂകാംബിക ദേവിയാണ് അവർക്കത് കൊടുത്തത്. അതുകൊണ്ട് ദേവിക്കുള്ളൊരു നിവേദ്യം എന്നുള്ള ടാരോയുടെ പേര്, ഒറാക്കിൾ കാർഡിൻ്റെ പേര് നിവേദ്യം എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ മൂകാംബികയിൽ പോയിട്ട് വരുമ്പോഴാണ് ഉടുപ്പി കൃഷ്ണൻ്റെ അടുത്തേക്ക് ഇവർ പോകുന്നത്. അപ്പോൾ ഉടുപ്പി കൃഷ്ണൻ അവിടെ നിന്ന് കൊടുത്ത കുറേ കാർഡുകളാണ് രാധാമാധവ എന്നുള്ളൊരു പ്രണയ ഒറാക്കിൾ കാർഡ്. ഞാനിപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് വായിക്കുന്നത്. മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ ആമസോണിൽ നിന്ന് വാങ്ങും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങും. ഇത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എനർജി ബേസ്, അവരുടെ എനർജിയിൽ നിന്ന് കിട്ടുന്ന കാർഡ്. ഞാൻ അവരും കണക്റ്റഡ് ആണ്. എൻ്റെ തേർഡ് ഐ ഓപ്പൺ ചെയ്ത് തന്നത് അവരാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സഹസ്രാരം ഓപ്പണായി എന്നല്ല, അവർ സഹസ്രാരത്തിൽ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നൊരു വേറെ ഹീലിംഗ് ഉണ്ട്. അപ്പോൾ ഇത് ഞാനും അവരും തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് കുറേ കൂടെ മറ്റ് അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏതൊക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്നാവും വരിക, അവരുടെയൊക്കെ എനർജി കണക്റ്റ് ആയിട്ടുണ്ട്, അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇത് നേരിട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്ന കാർഡുകളാണിത്. അപ്പോൾ എനിക്ക് കുറേ കൂടെ വേറെ ഒന്നും എടുക്കണ്ട, ഈ കാർഡ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഗൈഡൻസ് കിട്ടാറുണ്ട്. അത് എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അല്ല, ഞാനത് അതുകൊണ്ട് ചോദിച്ചാണ്. ഇപ്പൊ അതുപോലെ വിഷ്ണു സഹസ്രനാമം, ഇതൊന്നും അല്ല ടാരറ്റിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് പുറത്തുനിന്ന് വന്നൊരു സാധനമാണ്. അപ്പൊ അതിനെ നമ്മളതിനെ മലയാളീകരിച്ച് അല്ലെങ്കിൽ മലയാളത്തോട് ചേർത്ത് നിർത്തി കേരളത്തിലെ വിശ്വാസങ്ങളോട് കണക്ട് ചെയ്ത് പോകുമ്പോൾ അത് എത്രത്തോളം സക്സസ് ആണ്, അല്ലെങ്കിൽ അതാണ് എനിക്ക് സക്സസ് ആയി തോന്നിയിരിക്കുന്നത്. കൂടുതലും പാശ്ചാത്യ കാര്യങ്ങൾ ഞാനിപ്പോൾ ലോ അട്രാക്ഷൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർക്കൊന്നും അത് വേണ്ട. അവർക്ക് ഈ ഭഗവാനുമായിട്ട് ഞാൻ വായിക്കാനിരിക്കുന്ന സമയം, റീഡ് ചെയ്യാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീൽ ചെയ്യാനിരിക്കുന്ന സമയത്ത് അവർ കൈ ഇങ്ങനെ തൊഴുത് പിടിച്ചിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതൊക്കെ വിശ്വാസമാണ്, മനസ്സിലായി. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ കാര്യം പറഞ്ഞതും അതേപോലെ തന്നെ ഒരു കാര്യമാണ്. ഞാൻ ഹീലിങ്ങിന് വരുന്ന സമയത്ത് സഹസ്രനാമം ഒന്നെങ്കിൽ അവരോട് പ്ലേ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഞാൻ റീഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവരും അത്രയും അതിനോട് ഭഗവാനാണ്, ഞാൻ വേറെ ഒരു നിയോഗം മാത്രം, എന്നിലൂടെ ഭഗവാനാണ് പ്രവർത്തിക്കുന്നതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് സ്നേഹമാണ് എന്നോട് ഈ ഒരു കാര്യങ്ങൾ. ഭയങ്കര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറേ അമ്മമ്മമാരൊക്കെ വരാറുണ്ട്. അവർക്ക് ഇതിന് മനസ്സമാധാനം കിട്ടും. അവർക്ക് എന്തെങ്കിലും വയ്യായ്മ ഉണ്ടെങ്കിൽ അതൊന്നും മാറി ഫുള്ളായിട്ട് അവർക്കത് പോകണം അങ്ങനെയല്ല. അവർക്ക് ഇപ്പോൾ ഇരിക്കുന്ന ആ സംഭവത്തിൽ നിന്ന് മനസ്സമാധാനം കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സന്തോഷിക്കുക എന്നാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നതും. അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ സക്സസ് കിട്ടിയിട്ട് ഒരുപാട് അമ്മമ്മമാർ താങ്ക്സ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയൊക്കെ. അതുപോലെ ദർശനയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടു പ്രൊട്ടക്ഷൻ ഹീൽഡിനെ കുറിച്ച്. അത് എന്താണത്? ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് അത് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അപ്പോൾ അതെന്താണ് നിങ്ങൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് റേക്കിയിൽ ഉപയോഗിക്കുന്ന ഒരു തത്വമാണ്. അപ്പോൾ റേക്കി ഒന്നും പഠിക്കാത്ത ആൾക്കാർക്കും പ്രൊട്ടക്ഷൻ ഇടാം. റേക്കി ഉപയോഗിക്കുന്നവർ ഒരു പിരമിഡ് രൂപത്തിലാണ് പ്രൊട്ടക്ഷൻ നമ്മൾ ഇൻജക്ഷൻ കൊടുക്കുന്നത്. അല്ലാത്തവർ ഒരു ദൈവിക ഊർജം നമ്മളെ വലയം ചെയ്യുന്നു എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ മതി. റേക്കി പഠിക്കാത്ത ആൾക്കാർക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ ഒരു ഭഗവാൻ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഗോഡ് ആരാണോ അവരുടെ എനർജി താഴേക്ക് വരുന്നു, താഴെ ഭൂമി എനർജി മുകളിലേക്ക് വരുന്നത്, രണ്ടും കൂടെ നമ്മളെ ഒരു കവർ ചെയ്യുന്നു എന്ന് സങ്കല്പിക്കും. അതിനകത്ത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മളിലേക്ക് വരില്ല. പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയും ചെയ്യും. ഫിനാൻഷ്യലി, മെൻ്റലി, ഫിസിക്കലി ആയിട്ടുള്ള ആരോഗ്യം, അല്ലാന്നുണ്ടെങ്കിൽ സമാധാനം, ഇതൊക്കെ അനുകൂലമായിട്ട് വരുന്നു. നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കും. മറ്റേ ഒരു സിനിമയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹരിശ്രേഷനും പറയുന്നതാണ് ലാഭം, കാര്യം, അങ്ങനെയൊക്കെ പറഞ്ഞൊരു പാണ്ടിമടയിലേക്ക് പറയുന്നുണ്ടല്ലോ. രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ ഇത് പറഞ്ഞിട്ടാണ് മൂപ്പര. അതൊരു പ്രൊട്ടക്ഷൻ മെത്തേഡാണ്. നമ്മൾ അന്ന് കണ്ട് ചിരിച്ചെങ്കിലും പക്ഷെ ഇത് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായത്. പല ട്രാൻസ്പോർട്ട് ബസ് പിടിക്കാൻ വന്നിട്ട് പോലും ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ്
അത് നിൽക്കും അവിടെ, സ്റ്റോപ്പായിട്ട് നിൽക്കും. ശരി. അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. മോനും ഇട്ട് കൊടുക്കാറുണ്ട്. ഫാമിലി ഫുൾ പ്രൊട്ടക്ഷൻ ഇടാം. അവർക്കൊന്നും അറിയില്ല, എന്നാലും ഞാൻ എൻ്റെ ഫാമിലി ഫുള്ളായിട്ട് ഇതിനകത്ത് നിൽക്കുന്നു എന്നുള്ള ടെൻഷൻ ഞാൻ കൊടുക്കാം. കാരണം എനിക്കല്ലേ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം ഞാനും മോനും കൂടെ വൈകുന്നേരത്ത് ഇതിന് പോയിട്ട് വരാം. ഞാൻ നടന്നു പോവുകയാണ്, അവൻ സൈക്കിളിലാണ് വരുന്നത്. അവൻ കുറച്ചിങ്ങനെ ഫ്രണ്ടിലെത്തി, ഞാനവിടെ നിൽക്കുന്നുണ്ട്. ഒരു ബൈക്ക് അങ്ങനെ ഓടി വന്ന് കണ്ടവർ വിചാരിക്കും അവനെ ഇടിച്ചിട്ടിട്ട് പോയി എന്ന് വിചാരിക്കും. പക്ഷെ ആ ബൈക്ക് അങ്ങനെ മാറി. അവന് പോലും അറിയുന്നില്ല അവൻ എന്താ സംഭവിച്ചത്. ഞാൻ ഒന്നും വേണ്ട, ഞാൻ കൂളാണ്. കാരണം എനിക്കറിയാം അവനൊന്നും സംഭവിക്കില്ല, ഞാൻ പ്രൊട്ടക്ഷൻ ഇട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഇവർ കണ്ടുന്ന ആൾക്കാർ നിനക്കൊന്നും ഒരു പേടിയില്ല, കുട്ടീനെ ഇപ്പോൾ വണ്ടി ഇടിച്ചാൽ ഞാൻ എനിക്ക് അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരെന്നെ കളിയാക്കി. അപ്പോൾ കളിയാക്കിയോ അത് നീ അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷെ അങ്ങനെയുണ്ട്. പിന്നെ അതേപോലെ ചൂടുവെള്ളം നമ്മളിങ്ങനെ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോൾ ഇത് തുളുമ്പി അങ്ങോട്ടേക്ക് പോയി. ഇത് റിവേഴ്സ് ഇങ്ങനെ വന്നാണ് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ കുറേ ഭാഗങ്ങളിൽ നിന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ മാത്രമല്ല, ഇത് ചെയ്യുന്ന പല ആൾക്കാരും ഞങ്ങളുടെ മാസ്റ്ററിൻ്റെ ക്ലാസ്സിൽ അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേരിങ്ങനെ വണ്ടിയുടെ ടയറ് ഇത് പൊട്ടാറായിട്ടും പെട്ടെന്ന് ആ വണ്ടി അവിടെ നിന്ന് നോക്കി ഒരു മിനിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് പൊട്ടി പോയിട്ടുണ്ടാകും. പക്ഷെ പ്രൊട്ടക്ഷൻ ഇട്ടത് കൊണ്ടാണ് ഞങ്ങളെ രക്ഷപ്പെട്ടെന്ന് അങ്ങനെ വിശ്വസിച്ചിട്ട് പറയുന്നവരും ഉണ്ട്. അങ്ങനെ അതാണ് ഞാൻ ചോദിച്ചത്, ആ പ്രൊട്ടക്ഷൻ എന്താ? എനർജി പ്രാപഞ്ചിക ഊർജ്ജം എന്ന് പറയുന്ന എനർജി നമ്മളെ ഇഷ്ടമുള്ള ടൈപ്പിൽ, അത് പിരമിഡ് ആവാം അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ടൈപ്പിലാവാം, നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്യും. ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ബസ്സിൽ കയറുകയാണെങ്കിൽ ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഞാൻ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടാണ് കയറാറുള്ളത്. ഏറ്റവും സേഫായി സുരക്ഷിതമായി സന്തോഷത്തോടെ സമാധാനത്തോടെ എൻ്റെ യാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അതെനിക്കൊന്നും ഓരോ യാത്രക്കാരും നമ്മൾ ബസ്സിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഈ യാത്ര സതുദ്ദേശത്തോടെ. അതെ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ക്രൂശ് വെക്കാറുണ്ട്, ജപിച്ച കൊന്ത വെക്കുന്നത് കണ്ടിട്ടുണ്ട്, ജപമാല വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ ഇപ്പം നമ്മൾ ക്രിസ്റ്റലിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ടെർമലിൻ്റെ ഒരു ഹാങ്ങിങ് ഒരു സംഭവങ്ങൾ, അത് വീടിൻ്റെ ഫ്രണ്ടിലും വെക്കും. പണ്ടൊക്കെ ഈ നാരങ്ങയിലും മുളകൊക്കെ തൂക്കിയിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാം. അതൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി, നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഈ നെഗറ്റീവ് എനർജീനെയും ഏറെക്കുറെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് പ്രേതം ബാധ അങ്ങനെയൊന്നും അല്ലെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പ്രകൃതിയിലുണ്ടെങ്കിൽ അതുപോലും നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ ഇടുന്നത്. അതുപോലെ ഈ ക്രിസ്റ്റൽസ് എന്തിനാണ് കൊടുക്കുന്നത്? ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞത് നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ഓക്കെ, ഇതിപ്പോൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിട്ടിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു സക്രൽ ചക്ര, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിനൊരു കുറച്ച് സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഹീലാവാൻ വേണ്ടിയിട്ടാണ് ഇതിട്ടിരിക്കുന്നത്. ഇതങ്ങനെ നമ്മുടെ പീരിയഡ്സ് പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, യൂട്രസുമായി സംബന്ധിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് പിക്സൂയി ബ്രേസ്ലെറ്റ് ആണ്. ഇത് അബണ്ടൻസ് കൊണ്ടുവരാനും പ്രൊട്ടക്ഷനും വേണ്ടി. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിൽ ഓം മണി പത്മേഹം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ടിബറ്റൻ മന്ത്ര ആണ്. ഇതൊരു ജീവിയാണ്, ടിബറ്റിലുള്ള ജീവിയാണ്. ഈ ജീവിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുന്നത് വെൽത്താണ്, പൈസ അല്ലെങ്കിൽ വെൽത്താണ്. അപ്പോൾ ഇത് പല ഭാഗത്തു നിന്ന് വെൽത്ത് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നുള്ള വിശ്വാസമാണ്. ഇത് സെലനൈറ്റ് എന്നുള്ളൊരു ക്രിസ്റ്റലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാന്ദ്രിക ഊർജ്ജം, മൂൺ ഇല്ലേ, മൂൺ എനർജിയാണ്. ഇത് പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ടും ഈ നമ്മളിട്ടിരിക്കുന്ന ക്രിസ്റ്റലിനെയൊക്കെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇത് പിന്നെ റോസ് കോട്ട്സ് ആണ്. റോസ് കോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലവ് അട്രാക്ഷന് വേണ്ടിയിട്ടാണ് റോസ് കോട്ട്സ് ഇടുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് വേറെ ഉണ്ട്, ലാവ അങ്ങനെയൊക്കെ സ്റ്റോണുകൾ ഒക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നവരത്ന കല്ലുകൾ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ അതിൻ്റെ അതേ പർപ്പസൊക്കെ നമുക്ക് തരുന്ന കാര്യങ്ങൾ, അത് കുറച്ചുകൂടെ വില കുറഞ്ഞിട്ടുള്ളത് കുഴിച്ചെടുക്കുന്നത് തന്നെയാണ് ഈ ഒരു സംഭവം. ഈ ലവ് സ്പെല്ല് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഒരാളെ അട്രാക്ട് ചെയ്യാൻ ഇത് ധരിച്ചത് കൊണ്ട് അത് എങ്ങനെയാണ് അട്രാക്ട്? ധരിച്ചത് കൊണ്ടല്ല, അവരുടെ ഇതും എനർജിയും ഇതും വെച്ചിട്ട് നമ്മൾ റേക്കി കൊടുക്കും. 5 ദിവസം റേക്കി. ഇത് ചോദിച്ച ഉടനെ തന്നെ കിട്ടില്ല. ഇന്ന് ഓർഡർ ചെയ്താൽ ഇന്ന് തന്നെ കിട്ടില്ല. നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ 3 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടുമായിരിക്കും. പക്ഷെ നമ്മളുടെ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ 5 ദിവസത്തെ റേക്കി എനർജി കൊടുത്ത് എന്നിട്ടേ അവർക്ക്. ഈ ആമസോണിലൊക്കെ ഉള്ളത് വാങ്ങി ഇത് വെറുതെ ധരിച്ചാൽ മതിയോ? നമ്മൾ അതിനെ എനർജൈസ് ചെയ്യും. അതായത്
ചില കാര്യസ്ഥലങ്ങളിലേക്ക് നമുക്കിത് അയക്കാൻ പറ്റുക. ഈ ഗൾഫ് കൺട്രീസിലൊന്നും ഇതൊന്നും എമിഗ്രേഷൻ കിട്ടില്ല, അതൊന്നും അയച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അവർക്കത് ആമസോണിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവരത് വാങ്ങി അവരെ കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യാൻ പറയും. അത് ടാപ്പ് വാട്ടറിൽ വെച്ച് വാഷ് ചെയ്യുക. എന്നിട്ട് കല്ലുപ്പാണ് നമ്മൾ എനർജി കൊടുക്കാൻ വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കല്ലുപ്പിൽ നമ്മൾ ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ പൗർണമി അടുപ്പിച്ചിട്ടാണ് വരുന്നത് ഇവർ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ പൗർണമി ലൈറ്റ് ഫുള്ളായിട്ട് മൂൺലൈറ്റ് അതിലേക്ക് കിട്ടാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ആ ഒരു സംഭവം ഫോട്ടോ അയച്ചു തരും. നമ്മൾ 5 ദിവസം ആ ഫോട്ടോയ്ക്ക് റേക്കി കൊടുക്കും. അവിടെ എനിക്ക് സംശയം, എങ്ങനെ ഫോട്ടോയ്ക്ക് നമുക്ക് സംശയത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. ഫോട്ടോയിലേക്ക് കൊടുത്തിട്ട് ഇതിലേക്ക് എങ്ങനെയാണ് ഇതൊക്കെ എനർജി ഫോട്ടോ സ്കാനിങ് ഒക്കെ ഉണ്ട് റേക്കിയിൽ തന്നെ. നമ്മളിപ്പോ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ്, ഫോർത്ത് അങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ഫോട്ടോ സ്കാനിങ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതിപ്പോൾ ഒരാളെ ഇപ്പോൾ ആതിരയുടെ നമ്മൾ ചോദിക്കാൻ എന്തെങ്കിലും ഫീലിങ്ങിന് വരികയാണെങ്കിൽ അവരുടെ ഫോട്ടോ അയച്ചു തരും. നമ്മളത് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മൾ അവരുടെ ഓറയൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഓറ ക്ലെൻസിങ് ഒക്കെ പഠിക്കണം. ചക്രയുടെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അതിൽ. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് കണക്ട്. അതായത് വേറെ വ്യക്തിയുടെ അപ്പൊ ഇപ്പൊ എക്സ് ബാക്ക് ആണെങ്കിൽ അവരുടെ ആ വ്യക്തിയുടെ ഫോട്ടോ അയച്ചു തരാൻ പറയും. അപ്പൊ നമ്മളത് ചിലവരുടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കണക്ട് ആവില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും ഇത് കണക്ഷൻ വരില്ല എന്ന് പറയും. അതിലിപ്പോൾ ടാരോ ഒന്നും എടുക്കണമെന്നില്ല, നമുക്കത് ഡയറക്റ്റ്ലി അവരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരോട് പറയാറുണ്ട്. അപ്പോഴും അവർ പറയും അതൊന്നും പറ്റില്ല മാഡം, എനിക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കും അവർ പറയലുണ്ടാവുക. അങ്ങനെ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ക്രിസ്റ്റലിനും ഇപ്പോൾ ഹീലിങ്ങിന് വരുന്ന ആൾക്കാർ അവരുടെ ഫോട്ടോ അയച്ചു തരാൻ നമ്മൾ പറയാറുണ്ട്. ചില ആൾക്കാർ അറിയാതെ ഹീലിംഗ് കൊടുക്കുക എന്നത് ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. റേക്കി എന്ന് പറയുന്നത് ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, അതിനൊരു യാതൊരു ദോഷവും എന്നാണ്. അപ്പോൾ ഫോട്ടോ അയച്ചോടും. നമ്മൾ ആ ഫോട്ടോയ്ക്ക് റേക്കി ഒന്നുമില്ലെങ്കിൽ ഒരു കോയിൻ എടുത്ത് കോയിനിലേക്ക് നമുക്ക് ആതിരയാണെന്ന് വെച്ചാൽ ഞാൻ ആതിരേനെ കണ്ടിട്ട് പോലും ഇല്ല, പക്ഷെ ആതിരയ്ക്ക് ഹീലിംഗ് വേണമെന്ന് ആതിരയുടെ ഫ്രണ്ട് എന്നോട് വിളിച്ച് പറയുന്നു. ആതിര അറിയാനും പാടില്ല, ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു കോയിൻ വെച്ച് ആതിരയുടെ എവിടേക്കാണോ എനർജി പോകേണ്ടത്, ആതിരയ്ക്ക് ഏത് ഭാഗത്താണോ പ്രശ്നം ആ റൂട്ട് കോസിലേക്ക് എനർജി പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ റേക്കി കൊടുക്കാറുണ്ട്. അത് ഹീലിംഗ് ആവാറുണ്ട്. ഈവൻ എൻ്റെ പുറത്ത് ചക്രാസ് ഉണ്ടല്ലോ, അപ്പോൾ ചില ഭാഗത്ത് എനിക്ക് കൈ എത്തില്ല, എനിക്ക് അവിടെ പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനത് എൻ്റെ ആ ഹാർട്ട് ചക്രയുടെ പുറകു വശമാണെന്ന് പറഞ്ഞ് കോയിൻ കൈ വെച്ചിട്ട് ഞാൻ എൻ്റെ അവിടേക്ക് ഞാൻ എനർജി കൊടുക്കാറുണ്ട്. നമുക്കൊരു ഹീലിംഗിന്റെ ഒരു റേക്കി ഹീലിംഗിന്റെ ഒരു ഡെമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? നമ്മുടെ ഒരു സഹപ്രവർത്തകയെ വിളിക്കാം. ആദ്യം പറയുന്നു, റേക്കി പല രീതിയിൽ പല മാസ്റ്റേഴ്സ് പല രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. എനിക്ക് കിട്ടിയ നിർദ്ദേശം, എൻ്റെ മാസ്റ്റർ തന്ന നിർദ്ദേശം എന്താണോ ആ രീതിയിലാണ് ഞാനിവിടെ റേക്കി ചെയ്യുന്നത്. റേക്കിയിൽ തെറ്റില്ല എന്നുള്ളതാണ്. തെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. റേക്കി എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് ലൈറ്റ് എനർജിയാണ്. ഈ വ്യക്തിയെ ഞാൻ ടച്ച് ചെയ്യണമെന്ന് പോലും ഉണ്ടാവില്ല, ഈ വ്യക്തിയെ ഞാൻ കാണണമെന്ന് പോലും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് റേക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഡയറക്റ്റ് ഹീലിംഗ് മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. റിലാക്സ് ചെയ്തിരുന്നോളും, ഒന്ന് ചാരിക്കിടന്നോളും. ആദ്യം റേക്കി ഇൻവോക്ക് ചെയ്യുന്ന മെത്തേഡാണ്. പേരെന്തായിരുന്നു? 7 ചക്ര പോയിൻറ്റ്സിലാണ് നമ്മൾ ആദ്യം റേക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മെയിൻ പോയിൻ്റ് എവിടെയാണോ അവരുടെ പ്രശ്നം ആ റൂട്ടിലേക്കാണ് നമ്മൾ റേക്കി കൊടുക്കുക. ആദ്യം നമ്മൾ ക്രൗൺ ചക്ര, ഓരോ പോയിന്റിലും 3 മിനിറ്റ്സോളം നമ്മൾ റേക്കി കൊടുക്കും. തലയിൽ ഒരു ഡിവൈൻ എനർജി എൻ്റെ കൈകളിലൂടെ വരുന്നതായിട്ടൊരു സങ്കല്പം കൊടുത്തിട്ടിരിക്കണേ. ദീർഘശ്വാസം എടുക്കാം. പതിയെ പുറത്തേക്ക് വിടാം.
സാവധാനം കണ്ണു തുറക്കുക. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് തോന്നില്ല. ഇത് ഒരു ഡെമോ മാത്രമായിട്ടുള്ളൂ. എന്താണ് അഞ്ജുലേക്ക് കൈമാറ്റം ചെയ്യാൻ ശ്രമിച്ചത്? ഞാൻ കുട്ടിക്ക് എവിടെയാണോ പ്രശ്നം, ഞാൻ ചോദിച്ചിട്ടോ എന്താ പ്രശ്നം എന്നൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ അവൾക്ക് എവിടെയാണോ എനർജി വേണ്ട, റേക്ക് എനർജി പോകേണ്ടത്, ആ റൂട്ട് ചക്രയിൽ അതിൻ്റെ റൂട്ട് കോഴ്സിലേക്ക് എനർജി പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എനർജി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എനിക്ക് വയറിൻ്റെ ആ ഭാഗത്താണ് എനിക്ക് ഫീലിംഗ് തോന്നിയത്. അതാണ് ഞാൻ വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിച്ചത്. മാനസികമായിട്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു സമാധാനം എന്തെങ്കിലും കിട്ടിയ, ബ്ലിസ് എന്തെങ്കിലും കിട്ടിയ, ഞാൻ കൂടുതലും എന്താ സംഭവിക്കുന്നത് ക്യൂരിയോസിറ്റിയില് അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഡെമോ ചെയ്തു. ഈ ഡെമോയില് അഞ്ജുനത് പറയാൻ കിട്ടുന്നില്ല. എന്താണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് പറയാൻ മനസ്സിലായി. അപ്പൊ എന്ത് തരത്തിലാണ് ആ എനർജി, എങ്ങനെയാണത്? മിക്കവാറും എല്ലാവർക്കും ഒന്നെങ്കിൽ ആ ഭാഗത്തൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ചൂട്, നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് കുറച്ചൊരു ചൂട് പോകുന്നതായിട്ട് അതൊക്കെ ഒരു ഫീൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തണുപ്പായിരിക്കും ഫീൽ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് എനർജി കണക്ഷൻ. മിക്കവാറും വൈബ്രേഷൻ ആയിരിക്കും കൂടുതൽ പേർക്കും അറിഞ്ഞിട്ടുള്ളത്. വൈബ്രേഷൻ കണക്ഷനാണ്. ഇപ്പൊ അഞ്ജുനത് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടീൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടായിരിക്കാം. എനിക്ക് പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് എനർജി പോകുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിലൊരു ആ ഒരു വൈബ്രേഷൻ ദീക്ഷ എടുത്ത ആളുകൾക്ക് അത് കിട്ടാറുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് കൂടുതൽ കണക്ട് ചെയ്യും. നമുക്ക് പോകുന്നത് കയ്യിൽ നിന്ന് പോകുന്ന സംഭവം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റൊക്കെ കൈവച്ച് കുറേ പേര് സുഖപ്പെടുത്തിയ കാര്യമൊക്കെ നമ്മളങ്ങനെയാണെന്നല്ല പറയണത്, ആ ഒരു അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈശ്വരന്മാരും കൈവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലെസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ദർശന ഇവിടം വരെ വന്നതിൽ വലിയ സന്തോഷം. നമുക്ക് കുറേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. കുറേ സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്, ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ശാസ്ത്രത്തിന്റെ ലോകത്ത്, പുതിയ തലമുറ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തില്, പുതിയ തലമുറയുടെ പുതിയ AI കാലഘട്ടത്തില് ഇതിനെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളത് ഇപ്പോഴും ചോദ്യമാണ്. അത് ഒരാളുടെ അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല, ഇതൊരു പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്തിട്ടാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം കുറേ അധികം ഇതിൽ വിശ്വസിക്കുന്നവരുടെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടാവാം, വിശ്വസിക്കാത്തവരുടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, ഇതിൽ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്നവരുടെയും ഉണ്ടാവും. അപ്പൊ അത്തരം ആളുകളിൽ നിന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ കൂടി ചേർത്തിട്ടായിരിക്കും എന്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അതിൽ വേദനിപ്പിച്ചതുണ്ടാവാം, വല്ലാത്തതുണ്ടാവാം. എല്ലാവർക്കും എല്ലാത്തിനും ഉത്തരം ചില സമയത്ത് കൊടുക്കാൻ പറ്റുന്നത്, അത് റേക്കിയോ ടാരോ ഒന്നും അല്ലെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ പോലും ചില ഉത്തരങ്ങൾ കിട്ടാതെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. കുറേ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിൽ ലോജിക്കല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, മാജിക്. നമ്മുടെ അസുഖം മാറും അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യം ഒക്കെ ആവുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് 100% റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ക്യൂരിയോസിറ്റി കൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് അവന് മാറ്റം വന്നിട്ടുണ്ട്. ചിലർക്ക് പിന്നെ ചിലത് കണക്ട് ഇവരെന്താ ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇവർ ചെയ്യുന്നതൊന്ന് കാണട്ടെ, ജഡ്ജ്മെൻറ്റോട് കൂടെ ആദ്യം തന്നെ മുൻവിധിയോട് കൂടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ സാധിക്കണം എന്നില്ല. അങ്ങനെയും ഒരു ഇതുണ്ട്. അവിടെയൊക്കെ എനിക്ക് ചോദ്യങ്ങളുണ്ട്, നിറയെ ചോദ്യങ്ങളുണ്ട്. ഈ ഒരു എപ്പിസോഡ് തീരുമില്ല, അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഞാൻ നിർത്താണ്. ഇത്രയും കുറേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങൾ സംസാരിച്ചതിന് വളരെ നന്ദി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് അതിനടുത്ത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ എന്നെ ക്ഷണിച്ചതിനും ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് വരാനായിട്ട് സാധിച്ചതിനും, വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എന്ന് ഇതാക്കിയതിന് വളരെയധികം. അല്ല, വലിയ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് ആയിരിക്കും അറിയണ്ടേ. ഞങ്ങള് കാഴ്ചക്കാരാണല്ലോ ഇതിന്റെ. അപ്പൊ അതിനനുസരിച്ചുള്ള കുറെ ആളുകളുടെ സംശയങ്ങളൊക്കെ മാത്രമാണ് ഞാൻ ചോദിച്ചത്. അതിൽ ഞാൻ സ്റ്റഡീഡ് ഒന്നും അല്ല, നമ്മൾ മറ്റു വിഷയങ്ങൾ പോലെയല്ല, ഞാനതിൽ സ്റ്റഡീഡ് ഒന്നും അല്ലല്ലോ. ഞാൻ പുറമേ നിന്ന് കാണുന്ന ഒരാളുടെ സംശയങ്ങളാണ്. ഞാനിപ്പോഴും ശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ഇതൊക്കെയാണ് AI കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കിത്. ഇതിന്റെ ലോജിക്ക് പലതായിരിക്കും, എന്റെ ആയിരിക്കില്ല വേറൊരാളുടെ. അങ്ങനെ ഒരു ലോജിക്ക് ഉണ്ടല്ലോ, ആ ലോജിക്കുമായി ചേരാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം വിശ്വാസവുമായി കണക്റ്റഡ് ആണ്.
ഇതിപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. റെയ്ക്കി ആണെങ്കിലും ടാരോ ആണെങ്കിലും മുമ്പ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ഇപ്പോൾ കുറച്ചായിട്ടേ വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സാധിക്കണം. മെഡിക്കൽ സയൻസിന് ചിലപ്പോൾ സാധിക്കാത്ത മിറാക്കിൾസ്, ഞാൻ പറയുന്ന ആ വേർഡ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ആ മിറാക്കിൾ ചിലപ്പോൾ ആരിലൂടെയാണ്, ഞാൻ തന്നെ ആവണമെന്നില്ല. ഇതിൻ്റെ ഒരുപാട് മാസ്റ്റേഴ്സും റീഡേഴ്സും ഒക്കെ പുറത്തുണ്ട്. ആരിലാണോ കണക്റ്റ് ആവുന്നത്, എൻ്റെ അടുത്ത് കണക്റ്റ് ആവുന്ന ആൾക്കാർ മാത്രമേ എന്നിലേക്ക് വരുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആരിലെങ്കിലും ഇവിടെ ഇത് കണക്റ്റായി അവർക്കൊരു മനസ്സമാധാനം കിട്ടുക എന്നുള്ളത് മാത്രം. ഞാൻ മുമ്പും പറഞ്ഞ പോലെ സന്തോഷിക്കുക, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.